നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി രാവിലെയിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ കടക്കുന്നത് ഈ ദിവസത്തെ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ്. ആ വാർത്തകളിൽ ഏറ്റവും പ്രധാനം ഇന്നലെ പ്രധാനമന്ത്രിയുടെ അഭിസംബോധനയാണ് രാജ്യത്തോടുള്ള. അതിനുശേഷമുണ്ടായ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ചെറിയ ചെറിയ പ്രകോപനങ്ങളാണ്. അക്കാര്യത്തിലൊക്കെ വിശദമായ വിശദീകരണം നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് തലക്കെട്ടുകൾ നോക്കാം. टेरर और ट्रेड एक साथ नहीं चल सकते और पानी और खून भी एक साथ नहीं बह सकता. പ്രധാനമന്ത്രിയുടെ ശക്തമായ മുന്നറിയിപ്പിന് പിന്നാലെയും പ്രകോപനം തുടർന്ന പാകിസ്ഥാൻ 10 ഇടങ്ങളിൽ അതിർത്തി കടന്ന ഡ്രോണുകൾ എല്ലാം വെടിവെച്ചിട്ട് സൈന്യം പാകിസ്ഥാനെ പ്രതിഷേധം അറിയിക്കും. വെടിനിർത്തൽ സാഹചര്യം നിലനിൽക്കുകയാണെന്ന് സൈന്യം. അതിർത്തി സംസ്ഥാനങ്ങളിലെ വിമാന സർവീസുകൾ നിർത്തി ഇൻഡിഗോയും എയർ ഇന്ത്യയും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദിയിൽ കിരീടാവകാശി സൽമാൻ രാജകുമാരനുമായി കൂടിക്കാഴ്ച നടത്തും. ഗൾഫ് ഉച്ചകോടിയിലും പങ്കെടുക്കും. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഭാരവാഹികളുമൊപ്പം ഇന്ന് ഡൽഹിയിലേക്ക്. ഹൈക്കമാൻഡുമായി ചർച്ച വൈകിട്ട് 4 മണിക്ക്. തെരഞ്ഞെടുപ്പുകളുടെ ഒരുക്കം പ്രധാന ചർച്ച. ഉറ്റവരെ കൂട്ടക്കൊല ചെയ്ത കേതൽ ജിൻസന് എന്ത് ശിക്ഷ ലഭിക്കും? നന്ദൻകോട് കൊലപാതക കേസിലെ ശിക്ഷാവിധിയിൽ ഇന്ന് വാദം. കുറ്റക്കാരനെന്ന് കോടതി, വധശിക്ഷ വേണമെന്ന് പ്രോസിക്യൂഷൻ. ഗതാഗത നിയമലംഘനത്തിന് പിഴയെന്ന് പറഞ്ഞ് പുതിയ സൈബർ തട്ടിപ്പ്. വാട്സാപ്പിൽ പരിവാഹന്റെ അറിയിപ്പ് നൽകി അക്കൌണ്ട് കാലിയാക്കുന്ന തട്ടിപ്പുകാർ. പണം പോയത് നിരവധി പേർക്ക്. ജാഗ്രത പാലിക്കണമെന്ന് പോലീസ്. ADGP P. വിജയന്റെ പേരിൽ ഫേസ്ബുക്ക് പേജ് നിർമ്മിച്ചും തട്ടിപ്പ്. തിരുവനന്തപുരം സ്വദേശിക്ക് നഷ്ടമായത് 50,000 രൂപ. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട മഴ തുടരും. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ട്. വളാഞ്ചേരിയിലെ നിപ്പ ആശങ്ക ഒഴിയുന്നു. രോഗബാധിതയുടെ സമ്പർക്ക പട്ടികയിലുള്ള 42 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്ന് നിർത്തിവെച്ച IPL മത്സരങ്ങൾ ശനിയാഴ്ച വീണ്ടും തുടങ്ങും. ആദ്യ ക്വാളിഫയർ 29-ന്. ഫൈനൽ ജൂൺ 3-ന്. തീരുമാനം കേന്ദ്ര സർക്കാരുമായി നടത്തിയ കൂടിയാലോചനയ്ക്ക് ശേഷം. पाकिस्तान को अगर बचना है तो उसे अपने टेरर इंफ्रास्ट्रक्चर का सफाया करना ही होगा. इसके अलावा शांति का कोई रास्ता नहीं है. भारत का मत एकदम स्पष्ट है. टेरर और टॉक एक साथ नहीं हो सकते. टेरर और ट्रेड एक साथ नहीं चल सकते और पानी और खून भी एक साथ नहीं बह सकता. പാകിസ്ഥാനുള്ള മുന്നറിയിപ്പാണ്. രക്തവും വെള്ളവും ഇനി ഒന്നിച്ചൊഴുകില്ല. ഒന്നുകിൽ രക്തം അല്ലെങ്കിൽ വെള്ളം. സിന്ധു നദീജല കരാറിൽ ഉൾപ്പെടെ ശക്തമായ നിലപാട് ഇന്ത്യ തുടരും എന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. സാധാരണ ശാന്തനായാണ് അദ്ദേഹത്തിന്റെ അഭിസംബോധനകളൊക്കെ ഉണ്ടാകാറ്. പക്ഷേ ഇന്നലെ അങ്ങനെയായിരുന്നില്ല. പാകിസ്ഥാനുള്ള മുന്നറിയിപ്പുകൾ തന്നെയായിരുന്നു ആ പ്രസംഗത്തിൽ ഉടനീളം നീണ്ടുനിന്നത്. ഭീകരവാദവും സംസാരവും ഒന്നിച്ചില്ല. ഇനി പാകിസ്ഥാനുമായി ഒരു സംസാരമുണ്ടെങ്കിൽ അത് ഭീകരവാദത്തെക്കുറിച്ച് മാത്രമാണ്.
പാക് അധീന കശ്മീരിനെ കുറിച്ച് മാത്രമായിരിക്കും എന്ന അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനങ്ങൾ എത്രയോ നാളായി തുടരുകയാണ്. പഹൽഗാമിൽ 26 പേരെ കൂട്ടക്കൊല ചെയ്ത ഭീകരവാദത്തെ പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ അതിന് ശക്തമായ മറുപടി തന്നെ നൽകുമെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്നലെ ഈ രാജ്യത്തിന് ഉറപ്പു നൽകിയിരിക്കുകയാണ്. ഇന്ത്യ പാക് സംഘർഷത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തതിന് പിന്നാലെ ശക്തമായ പാക് പ്രകോപനവും ഉണ്ടായി. അത് ഇന്ത്യ പതിവ് പോലെ തകർത്തു. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ 10 ഇടങ്ങളിലാണ് ഇന്നലെ രാത്രി ഡ്രോണുകൾ പറന്നെത്തിയത്. ഈ ഡ്രോണുകൾ ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനവും സൈന്യവും ചേർന്ന് തകർത്തു. അങ്ങനെ ചെറിയ പ്രകോപനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പോലും ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തി പ്രദേശങ്ങൾ മെല്ലെ സാധാരണ നിലയിലേക്ക് വരികയാണ്. വെടിനിർത്തൽ തുടരാനാണ് ഇന്നലെ ഇരു രാജ്യങ്ങളുടെയും DGMOമാർ തമ്മിൽ നടത്തിയ ചർച്ചയിൽ ധാരണയായത്. അതിർത്തിയിൽ സൈനികരെ കുറയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനെക്കുറിച്ചും ചർച്ച ഉണ്ടായി. വിവരങ്ങളുമായി MG മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഇന്നലെ പ്രധാനമന്ത്രിയുടെ അഡ്രസ്, രാജ്യത്തോടുള്ള അഭിസംബോധന. ഒരുപക്ഷെ രാജ്യത്തിന് പൂർണ്ണമായ ആത്മവിശ്വാസം നൽകുന്ന തരത്തിൽ, സൈന്യത്തിന് ആത്മവിശ്വാസം നൽകുന്ന തരത്തിൽ, ഈ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ആത്മവിശ്വാസം നൽകുന്ന തരത്തിൽ വളരെ കൃത്യമായ, വളരെ ഷാർപ്പായ വാക്കുകളായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതിനുശേഷമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഡ്രോണുകൾ പറത്തിയ ഒരു പ്രകോപനമൊക്കെ ഉണ്ടായത്. പക്ഷേ ആ ഡ്രോണുകളെല്ലാം നമ്മൾ വെടിവെച്ചിട്ടു. ഈ പ്രകോപനം മാറ്റി നിർത്തിയാൽ അതിർത്തി ഇന്നലെ രാത്രി ശാന്തമായിരുന്നു. ഇനി ഇന്നലെ ഉണ്ടായ ചർച്ചയ്ക്ക് ശേഷം എന്തൊക്കെ നടപടികളിലേക്കായിരിക്കും അതിർത്തിയിൽ ഇരു രാജ്യങ്ങളുടെയും സൈന്യം കടക്കുക? ശ്രീജ, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ വെടിനിർത്തലിന്റെ ഭാഗമായി അതിർത്തി സാധാരണ നിലയിലേക്ക് മാറുന്നുവെന്ന് നമ്മൾ കരുതിയതായിരുന്നു. പിന്നീട് രാത്രി 8 മണിക്ക് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതിന് തൊട്ടു പിന്നാലെ ആദ്യം ജമ്മു കാശ്മീരിലെ സാംബയിലാണ് ഡ്രോൺ പ്രത്യക്ഷപ്പെടുന്നത്. അത് നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് അത് തകർക്കാനാവുകയും ചെയ്തു. പിന്നീട് മറ്റിടങ്ങളിലും സമാന സാഹചര്യം ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയും ചെയ്തു. അതിന്റെ തെളിവുകളടക്കം ഇന്ത്യ പുറത്തുവിടുകയും ചെയ്തു. ഈ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്ന പോലെ തന്നെ അത് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം പാകിസ്ഥാന്റെ ഡ്രോണുകൾ തകർക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ്. അമൃത്സറിലും സമാനമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതായത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഈ വെടിനിർത്തൽ നിലനിൽക്കുമ്പോൾ പോലും തന്നെ ഇങ്ങനെ പ്രകോപനം ഉണ്ടാകുന്നത് വലിയ ആശങ്കയ്ക്ക് വഴിയുണ്ടാക്കുന്നു. കാരണം ഈ അതിർത്തി മേഖലയിലുള്ള നിരവധി ആളുകളെ നമുക്കറിയാം, പ്രത്യേകിച്ച് ഈ പൂഞ്ച്, ബരാമുള്ള, കുപ്വാര അടക്കമുള്ള മേഖലകളിൽ നിന്ന് ഏകദേശം 1,25,000-ത്തിലധികം ഗ്രാമീണരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു ഈ ഷെല്ലിങ്ങിന്റെ ഒക്കെ ഭാഗമായി. ഇവരെ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിലും മറ്റ് സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിലുമാണ് താമസിപ്പിച്ചിരിക്കുന്നത്. ഇവരെ തിരികെ അവരുടെ ഗ്രാമങ്ങളിലേക്ക് മടക്കി അയക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ, അത് സംബന്ധിച്ച് ഇന്ന് പ്രധാനപ്പെട്ട യോഗമുണ്ട്. ജമ്മു കാശ്മീരിൽ അത് സംബന്ധിച്ച ഒരു കൃത്യമായ ഒരു ധാരണയിലേക്ക് എത്തണം. കാരണം ഷെല്ലിങ്ങിൽ പലരുടെയും വീടുകൾക്ക് വലിയ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ തിരികെ കൊണ്ടുപോകുന്നതിൽ കൃത്യമായി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇനിയൊരു പ്രകോപനം ഉണ്ടാകില്ല എന്ന് കൃത്യമായി ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം മതി എന്ന നിലപാടിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിർത്തിയിൽ കൂടുതൽ സേനാ വിന്യാസം നിലവിലുണ്ട്. അതിനെ പിൻവലിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചർച്ചകൾ കഴിഞ്ഞ ദിവസം DGMOയുടെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ ആ ഒരു DGMOമാരുടെ ഭാഗത്തു നിന്നുള്ള ചർച്ചയിൽ ഉയർന്നു വരികയും ചെയ്തു. അതായത് സേനാ വിന്യാസത്തെ കുറയ്ക്കണമെന്ന് രാജ്യങ്ങളും തീരുമാനമെടുക്കുന്നു. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ അത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തരത്തിൽ വീണ്ടും വീണ്ടും പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ അങ്ങനെ സേനയെ പിൻവലിച്ചു പിറകോട്ട് പോയാൽ, പാകിസ്ഥാനെ വിശ്വസിച്ച് പിറകോട്ട് പോയാൽ ഒരു വലിയ തിരിച്ചടി പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുള്ള കാര്യം ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ട്, സൈന്യം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ മുന്നോട്ട് പോയാൽ മതി എന്ന് തന്നെയാണ് സൈന്യം തീരുമാനമെടുത്തിരിക്കുന്നതെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. അതോടൊപ്പം തന്നെ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംഘർഷം നിലനിൽക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ 32ഓളം വിമാനത്താവളങ്ങൾ അടച്ചിട്ടിരുന്നു. അത് ഇന്നലെ അടിയന്തരമായി തുറക്കുന്ന
തീർക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് വീണ്ടും ഇന്നലെ രാത്രി ഈ ഡ്രോൺ കണ്ട പശ്ചാത്തലത്തിൽ ഇൻഡിഗോയും ഒപ്പം തന്നെ എയർ ഇന്ത്യയും ചില സർവീസുകൾ വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. 6 വിമാനത്താവളങ്ങളിലെ സർവീസുകളാണ് പ്രധാനമായും വെട്ടിച്ചുരുക്കുകയും ചെയ്തിരിക്കുന്നത്. അതായത് ജമ്മു, ലേ, ജോധ്പൂർ, അമൃത്സർ, ഭുജ്, ജാംനഗർ, ചണ്ഡീഗഡ്, രാജ്കോട്ട് എന്നിവിടങ്ങളിലായിട്ടുള്ള വിമാനത്താവളങ്ങളിലെ സർവീസുകളാണ് ഇത്തരത്തിൽ എയർ ഇന്ത്യയും ഒപ്പം തന്നെ ഇൻഡിഗോയും വെട്ടിച്ചുരുക്കിയിരിക്കുന്നത്. ചില സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടാണ്. യാത്രക്കാരുടെ സുരക്ഷ സംബന്ധിച്ച് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി എന്നാണ് ഒരു വിശദീകരണം പുറത്തു വരികയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ സർവ്വ മേഖലകളിലും സൈന്യത്തിന്റെ ഭാഗത്തു നിന്നായാലും മറ്റ് ഇടങ്ങളിൽ നിന്നായാലും ഒക്കെ തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഏത് തരത്തിൽ പ്രകോപനം ഉണ്ടായാലും അതിനെ നേരിടാൻ സൈന്യം പൂർണ്ണ സജ്ജമാണ് എന്ന് തെളിയിക്കുന്നത് തന്നെയാണ്. അത്തരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം സൈന്യത്തിന്റെ തെളിവുകളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനം നടക്കുകയും ചെയ്തു. മറ്റൊന്ന് ശ്രീജ ചോദിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ, അത് ഏതൊരു ഇന്ത്യക്കാരനെ സംബന്ധിച്ച് വളരെ ആത്മവിശ്വാസം നൽകുന്ന വാക്കുകൾ തന്നെയായിരുന്നു. സൈന്യത്തെ സംബന്ധിച്ച് സൈന്യത്തിന് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നതായിരുന്നു. അത്തരത്തിൽ ഒരു തരത്തിലും പാകിസ്ഥാനുമായി ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. പാകിസ്ഥാനുമായി ഇനി സംസാരിക്കുന്ന ഭീകരവാദത്തിനെതിരെയും ഒപ്പം തന്നെ ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷങ്ങൾക്കും മാത്രമാണ് ഇനി സംസാരിക്കുകയുള്ളൂ എന്നാണ് എന്തായാലും പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോഴും നിലനിൽക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അതായത് ഇദ്ദേഹം നൽകിയ മറുപടി അത് രാജ്യത്ത് പ്രധാനമായും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചില രാഷ്ട്രീയ വിവാദങ്ങളും നിലനിൽക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് അതായത് ഒരു ഔദ്യോഗിക പ്രതികരണം വന്നില്ല എങ്കിൽ പോലും തന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിലൊക്കെ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായ ചില വിഷയങ്ങളുണ്ട്. അതിനുകൂടി ഒരു മറുപടി എന്ന് നമുക്ക് പ്രധാനമന്ത്രി വാക്കുകൾ കരുതാം. ഒപ്പം തന്നെ ഈ പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു മൂന്നാം കക്ഷി എന്ന നിലയിൽ യു എസ് ഇടപെട്ടത് അത് എങ്ങനെയാണ്, അക്കാര്യത്തിലൊരു വിശദീകരണം നൽകണം. അതിൽ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ച് ചേർത്ത് പ്രധാനമന്ത്രി അതിന് മറുപടി പറയണം. ഒപ്പം തന്നെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് കൈക്കൊണ്ടിട്ടുള്ള നടപടികൾ, സൈന്യം സ്വീകരിച്ച നടപടികൾ, പാകിസ്ഥാന്റെ പ്രകോപനം ഉണ്ടായതിനെ തുടർന്ന് അതിർത്തി സംസ്ഥാനങ്ങളിൽ ഏർപ്പെടുത്തിയ കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പ്രധാനമന്ത്രി ഒരു മറുപടി പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ച് നൽകണമെന്നൊരു ആവശ്യം പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയൊക്കെ പ്രധാനമന്ത്രിക്ക് കത്തയക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനുകൂടി ഒരു വ്യക്തമായ മറുപടി ആയി ഇതിനെ കണക്കാക്കുകയും ചെയ്യാം. ഒപ്പം തന്നെ ട്രംപ് നടത്തിയ പ്രസ്താവന, അതായത് ഏകദേശം 26 മണിക്കൂറോളം നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിലായിരുന്നു, ക്ഷമിക്കണം 48 മണിക്കൂറുകൾക്ക് നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിലായിരുന്നു ഇരു രാജ്യങ്ങളും ഒരു വെടിനിർത്തലിലേക്ക് പോകാമെന്ന് ഉറപ്പ് നൽകിയതെന്നായിരുന്നു ട്രംപിന്റെ ട്വീറ്റ് വരികയും ചെയ്ത് എക്സിൽ അദ്ദേഹം കുറിച്ചതും അങ്ങനെ തന്നെയായിരുന്നു. അതാണ് പിന്നീട് ഒരു വലിയ വിവാദത്തിലേക്ക് നേരിട്ട് ട്രംപിന് ഒരു മറുപടി പറയുകയോ അല്ലെങ്കിൽ ട്രംപിനെ വിമർശിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും നരേന്ദ്രമോദി പറഞ്ഞു നിർത്തിയതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, പാകിസ്ഥാൻ ഇങ്ങോട്ട് വന്ന് അപേക്ഷിക്കുകയായിരുന്നു ഈ വെടിനിർത്തലിന് വേണ്ടി എന്ന് പറയുകയുണ്ടായി. അതായത് ഇന്ത്യയെ സംബന്ധിച്ച് അമേരിക്കയുടെ വാദം ഖണ്ഡിക്കാൻ പരസ്യമായി നിന്നില്ലെങ്കിൽ പോലും ഇന്ത്യയെ സംബന്ധിച്ച് അത് ഒരുപക്ഷെ US-ന്റെ നേരിട്ടുള്ള ഇടപെടലല്ല, മറിച്ച് പാകിസ്ഥാന്റെ അപേക്ഷയെ തുടർന്നാണ് എന്നൊരു കൃത്യമായ മെസ്സേജ് കൂടി ഇന്നലെ പ്രധാനമന്ത്രി നൽകുന്നില്ലേ? തീർച്ചയായും അത് തന്നെയാണ് നമുക്ക് ആ വാക്കുകളിലൂടെ മനസ്സിലായത്. കാരണം പ്രതിപക്ഷത്തിന് പുറമെ ട്രംപിനുള്ള ഒരു മറുപടി കൂടിയായിട്ടാണ്, അതായത് ആ വാക്കുകളിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. അതിലൊന്ന് പ്രധാനമായും ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ട്രേഡിംഗ് അത് അവസാനിപ്പിക്കും എന്നുള്ളൊരു അന്ത്യശാസനം ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളൊരു അവകാശവാദമാണ്. അത് പിന്നീട് ഇരു രാജ്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് അതിൽ ഭയന്നാണ് ഇത്തരത്തിൽ വെടിനിർത്തലിലേക്ക് ഇരു രാജ്യങ്ങളും നീങ്ങാനുള്ള ഒരു സാഹചര്യത്തിന് വഴി തെളിയിച്ചതെന്നായിരുന്നു ഇത്തരത്തിൽ അമേരിക്ക അവകാശപ്പെടുന്നത്. അതിനുള്ള മറുപടിയായിട്ടായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞത്. പാകിസ്ഥാൻ ഇത്തരത്തിൽ വലിയ ആശങ്കയിലായിരുന്നു, വലിയ രീതിയിൽ ഭയക്കുകയും ചെയ്തു. ഇന്ത്യയുടെ ഇടപെടലുകൾ ഒപ്പം തന്നെ ഇന്ത്യയുടെ ഈ പ്രകോപനങ്ങൾക്ക് ഇന്ത്യ നൽകിയ മറുപടി, സൈന്യം നൽകിയ മറുപടി, അതിൽ പാകിസ്ഥാൻ കനത്ത രീതിയിൽ പ്രഹരമേൽക്കുകയും പാകിസ്ഥാനിൽ പലയിടങ്ങളിലും പ്രഹരമേൽക്കുകയും ചെയ്തു. അതിൽ വിറച്ചുകൊണ്ടാണ് DGMO തലത്തിൽ ഒരു ചർച്ച ഉണ്ടാകുന്നത്. പാകിസ്ഥാന്റെ DGMO നേരിട്ട് ഫോണിൽ വിളിക്കുകയായിരുന്നു. അതും കൃത്യമായ സമയം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു പരാമർശം നടത്തുകയും ചെയ്ത്. ഏകദേശം 3:30 DGMO ഫോണിൽ വിളിക്കുന്നു. അതിനുശേഷം ഒരു ധാരണയിലേക്ക് എത്തുന്നു. കറാച്ചി അടക്കമുള്ള മേഖലയിൽ അതിൽ സൈന്യം പറഞ്ഞൊരു കാര്യം അല്ലെങ്കിൽ സൈന്യത്തിന്റെ ആ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം സൈന്യം വ്യക്തമാക്കിയതാണ്. കറാച്ചിയിൽ മേഖലയിൽ ഇത്തരത്തിൽ വലിയ പ്രകോപനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വലിയ തിരിച്ചടി ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമുണ്ട്. നേവിയുടെ ഒരു അഗ്രഷൻ അത് തന്നെയായിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനമായും പാകിസ്ഥാനെ DGMO ഇത്തരത്തിൽ വിളിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യത്തിന്
ഉണ്ടായത് എന്നുള്ള കാര്യം സൈന്യം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. അത്തരത്തിൽ കറാച്ചി അറ്റാക്ക് ചെയ്താൽ നമുക്കറിയാം മുൻകാലങ്ങളിലും സമാന സാഹചര്യം ഉണ്ടായിരുന്നു. 1971 ആ ഒരു യുദ്ധത്തിൽ കറാച്ചി മേഖലയിലേക്ക് ഇന്ത്യൻ നേവി നേരിട്ട് പങ്കെടുത്ത ആദ്യത്തെ യുദ്ധം, നേരിട്ട് പങ്കെടുത്ത വലിയ രീതിയിൽ വിജയം കൊയ്ത യുദ്ധം, ആ ഒരു ഓർമ്മ പാകിസ്ഥാന് മുന്നിലുണ്ട്. അതേ രീതിയിലേക്ക് ഇന്ത്യൻ നേവിയുടെ ഭാഗത്തുനിന്നൊരു തിരിച്ചടി ഉണ്ടായാൽ അത് താങ്ങാൻ പാകിസ്ഥാനാകില്ല. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു നിലപാടിലേക്ക് DGMO എത്തുകയും തുടർന്ന് ഇന്ത്യയുടെ DGMOയെ വിളിച്ച് ഇക്കാര്യം അഭ്യർത്ഥിക്കുകയും ചെയ്തെന്നുള്ളത് തന്നെയാണ്. അങ്ങനെ പ്രതിപക്ഷത്തിനും ഒപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും കൃത്യമായ രീതിയിൽ ഒരു മെസ്സേജ് നൽകാൻ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെ പ്രധാനമന്ത്രിക്ക് ആയി എന്ന് നമുക്ക് നിസ്സംശയം പറയുകയും ചെയ്യാം. ഒപ്പം തന്നെ ഭീകരവാദത്തിന് ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഒപ്പം തന്നെ മറ്റ് നയതന്ത്ര നടപടികൾ സംബന്ധിച്ച്, കാരണം കഴിഞ്ഞ ദിവസം തന്നെ സൈന്യം വ്യക്തമാക്കിയതായിരുന്നു, നയതന്ത്ര തലത്തിലുള്ള വിഷയങ്ങളിൽ സംബന്ധിച്ച് യാതൊരുവിധ ചർച്ചകളും നടക്കില്ല, നിലവിൽ സൈനിക തലത്തിലുള്ള ചർച്ചകൾ മാത്രമാണ് നടക്കുക എന്നാണ് അറിയിച്ചിരുന്നത്. ഒപ്പം തന്നെ ഒരു തുള്ളി വെള്ളം പോലും ഇനി കൊടുക്കില്ല, അതായത് രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാണ് ഇനി പാകിസ്ഥാനുമായി നയതന്ത്ര തലത്തിലോ മറ്റൊരു രീതിയിലോ ഒരു പുനർചിന്തനം ഉണ്ടാകാൻ ഇനിയും കാലതാമസം എടുക്കുമെന്നുള്ളത് തന്നെയാണ്. ഏതായാലും 19-ാം തീയതി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ 2 മണിക്കൂർ നീണ്ടുനിൽക്കുന്ന മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മീറ്റിംഗിന് ശേഷം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 19-നാണ്, ഈ മാസം 19-നാണ് ആ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. മിഥുനാണ് വിവരങ്ങൾ വിശദമായി നൽകിയത്. ഇന്നലത്തെ ആ അഭിസംബോധനയ്ക്ക് ശേഷമുണ്ടായ പാക് പ്രകോപനങ്ങളെ എങ്ങനെയാണ് രാജ്യം കാണുന്നത്? അത് ഗൗരവമായി എടുക്കുന്നുണ്ടോ? അതോ ആ അഭിസംബോധനയ്ക്കുള്ള പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗത്തുനിന്നുള്ള മറുപടി എന്ന നിലയ്ക്കാണോ ആ ഡ്രോണുകൾ വന്നത്? എന്തായാലും അത്തരം ഒരു പ്രതികരണം ഇന്നുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനിടയിൽ വളരെ കൗതുകകരമായ ഒരു വാർത്തയായിരുന്നു INS വിക്രാന്തിന്റെ വിവരങ്ങൾ തേടി കൊച്ചി നാവികസേന ആസ്ഥാനത്തേക്ക് വന്ന ഫോൺ കോൾ. ഇതിങ്ങനെ അതിർത്തിയിൽ വലിയ ബഹളങ്ങളൊക്കെ നടക്കുന്ന സമയത്തായിരുന്നു നാവികസേന ആസ്ഥാനത്തേക്ക് അങ്ങനെ ഒരു ഫോൺ കോൾ വന്നത്. ആ വ്യാജ ഫോൺ കോളിൽ അറസ്റ്റിലായ മുജീബ് റഹ്മാനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. പ്രതി മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സയിലുള്ള ആളാണെങ്കിലും വിശദമായി ചോദ്യം ചെയ്യണമെന്ന നിലപാടിൽ തന്നെയാണ് അന്വേഷണ ഏജൻസികൾ ഉള്ളത്. ഡാനി പോൾ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ഡാനി, ഗുഡ് മോർണിംഗ്. ഞങ്ങൾ വളരെ തിരക്കിൽ ഡെസ്കിൽ മറ്റേ അതിർത്തിയിലെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴായിരുന്നു നേവൽ ബേസിലേക്ക് ഇങ്ങനെ ഒരു കോൾ വരുന്നതും കറാച്ചി ഭാഗത്ത് തന്നെയാണോ INS വിക്രാന്ത് ഉള്ള എന്ന സംശയമൊക്കെ ഉയരുന്നതും. അതിനെ നമ്മൾ ഈ പറയുന്ന തമാശയ്ക്കപ്പുറത്തേക്ക് വളരെ ഗൗരവത്തോടെ നേവിയും പോലീസും ഒക്കെ എടുക്കാനുള്ള കാരണം എന്താണ്? ശ്രീജ, ഗുഡ് മോർണിംഗ്. INS വിക്രാന്തിൻ്റെ വിശദാംശങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഒരു ഫോൺ കോൾ വന്നു എന്നതിനപ്പുറം ഈ ഒരു സാഹചര്യങ്ങൾ, ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സാഹചര്യങ്ങൾ അതീവ ഗൗരവതരമാണ്. ഒപ്പം ഈ കറാച്ചി മേഖലയിലേക്ക് INS വിക്രാന്ത് നീങ്ങുന്നു. അവിടെ നങ്കൂരമിട്ടുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ഒരു ഓപ്പറേഷൻസ് മുഴുവൻ നിയന്ത്രിക്കുന്നത്. അങ്ങനെ വളരെ തന്ത്രപ്രധാനമായ സ്ട്രാറ്റജിക്കലായ ഒരു നീക്കം നാവികസേനയുടെ ഭാഗത്തു നിന്നെല്ലാം തന്നെ സംഭവിക്കുമ്പോൾ തന്നെയാണ് ഇതിൻ്റെ പൊസിഷൻ ചോദിച്ചുകൊണ്ട് ഒരാൾ വിളിക്കുന്നത്. അത് നാവികസേനയിൽ തന്നെ ഒരു അമ്പരപ്പ് ഉണ്ടാക്കുന്നുണ്ട്. കാരണം അങ്ങനെയൊരു കോൾ വരിക, പ്രത്യേകിച്ച് ഒരു സിവിലിയൻ കോൾ ആ രീതിയിലേക്ക് അന്വേഷണവുമായിട്ട് എത്തുക, പക്ഷെ അത് പറഞ്ഞിരുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് എന്ന് വിശദമാക്കിക്കൊണ്ടാണ് വരിക. അത് തുടക്കത്തിൽ തന്നെ അവർക്കത് മനസ്സിലായി. അങ്ങനെ ഒരു ഇടത്തു നിന്ന് അന്വേഷിച്ച് നാവികസേന ആസ്ഥാനത്തേക്ക് വിളിക്കേണ്ടത് പോലുമില്ല. കാരണം അവർക്കിതെല്ലാം PM ഓഫീസിൽ നിന്ന് ഇങ്ങനെ വിളിച്ച് അന്വേഷിക്കുന്ന ഒരു രീതിയോ ശൈലിയോ ഒന്നും തന്നെയില്ല. പിന്നെ എന്തുകൊണ്ട് എന്ന് പറയുമ്പോൾ അവിടേക്ക് വരുന്ന ഓരോ കോളും വസ്തുതാപരമായി വിശകലനം ചെയ്യാറുണ്ട് അവർ. കൃത്യമായി ഇത് ഒരു രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു നീക്കവും ഒരു കാര്യവും അവരങ്ങനെ പരിശോധിക്കാതെ വിടില്ല എന്നാണ്. നമുക്കറിയാം, നേരത്തെ ഈ INS വിക്രാന്തിൻ്റെ നിർമ്മാണ കാലഘട്ടത്തിൽ തന്നെ അവിടെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ ഉയർന്നിരുന്നു. കാരണം ഇതിൻ്റെ ഈ വിശദാംശങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ അവിടെ നടന്നിരുന്നു, ചില രേഖകൾ അവിടെ നഷ്ടപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നത്. ഇതിനെക്കുറിച്ച് അന്വേഷിച്ചത് NIAയും റോയും ഉൾപ്പെടുന്ന ഒരു വലിയ സംഘമാണ് ഇത് സംബന്ധിച്ച് അന്വേഷണങ്ങൾ നടത്തിയത്. അപ്പോൾ ഈ കാര്യങ്ങൾ ഒരിക്കലും അവർ വിട്ടുകളയാറില്ല. അതേ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ കേസിനെയും അവർ സമീപിച്ചത്. അതുകൊണ്ട് തന്നെയാണ് നാവികസേനയുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരു പരാതിയായിട്ട് ഹാർബർ സ്റ്റേഷനിൽ അവരൊരു പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് പോലീസിന് കൈമാറിയത്. ഒപ്പം അവരും ഈ രീതിയിലൊരു അന്വേഷണത്തിലേക്ക് പോകുന്നു. പോലീസ് തുടക്കത്തിൽ തന്നെ ഈ കോള് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇത് ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെയാണെന്ന്. തുടർന്ന് ഈ കോഴിക്കോട് സ്വദേശിയായ മുജീബ് റഹ്മാനോട് ഹാജരാകാനായിട്ട് പറയുന്നു. അദ്ദേഹം ഹാജരാവുകയും എല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് ചെയ്തു.
പോലീസിൻ്റെ പരിശോധനയിൽ മനസ്സിലായത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ലഹരി ഉപയോഗിച്ചത് മൂലമുള്ള മാനസിക പ്രശ്നങ്ങൾ ഇയാൾ ചികിത്സയിലാണ് എന്നതെല്ലാം തന്നെ ബോധ്യപ്പെട്ടു. പക്ഷേ അങ്ങനെ ഈ കേസ് അത് ആ രീതിയിലേക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു കേസല്ല എന്ന് തന്നെയാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത്. അതുകൊണ്ട് ബഹുമുഖ ഏജൻസികളുടെ ചോദ്യം ചെയ്യൽ ഇപ്പോൾ ഇൻ്റലിജൻസ് ബ്യൂറോയും അതോടൊപ്പം തന്നെ റോയും NIA എല്ലാം ഉൾപ്പെടുന്ന ദേശീയ ഏജൻസികളടക്കം ഇദ്ദേഹത്തെ പരിശോധിക്കുന്നു. പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെ ഈ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ, അതിൻ്റെ ഒരു ഇടപെടൽ എങ്ങനെയായിരുന്നു, അതിൻ്റെ സ്വഭാവം എങ്ങനെയാണ്, ഇയാളുടെ സഞ്ചയങ്ങൾ എങ്ങനെയാണ്, ഇങ്ങനെ ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ വസ്തുതാപരമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിടുതലുണ്ടാകൂ. ഇയാൾ മാനസിക ചികിത്സയിലാണ്, ആരോഗ്യ ചികിത്സയിലാണ് എന്നെല്ലാം തന്നെ പറയുമ്പോഴും അതുകൂടി സ്ഥിരീകരിച്ച് ഉറപ്പിക്കേണ്ട ബാധ്യത കൂടി ഈ അന്വേഷണ ഏജൻസികൾക്കുണ്ട്. അങ്ങനെ നിസ്സാരമായി കാണാൻ കഴിയില്ല. നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ നമ്മൾ വായിക്കുമ്പോൾ അത് ഒരു ചിരിയോടുകൂടി അത് കടന്നു പോകുമെങ്കിലും അങ്ങനെ ഏജൻസികൾക്ക്, അന്വേഷണ ഏജൻസികൾക്കൊന്നും അങ്ങനെ കാണാൻ അത്തരം ശീലങ്ങളിൽ പെട്ടവരല്ല. പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യങ്ങളിൽ നിൽക്കുമ്പോൾ അതിനെ കൃത്യമായി അന്വേഷിച്ച ശേഷം മാത്രമേ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കോഴിക്കോട് സ്വദേശിക്ക് ഈ കേസിൽ നിന്ന് വിടുതലുണ്ടാകുമോ അല്ലെങ്കിൽ നടപടികളിലേക്ക് പോകുമോ, അത്തരം കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തായാലും അദ്ദേഹം ഇപ്പോൾ ഈ റിമാൻഡിലേക്ക് പോകേണ്ട ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് പോയിട്ടുണ്ട്. ഇനി പോലീസ് അപേക്ഷ നൽകി അതിൻ്റെ കസ്റ്റഡിയിൽ വാങ്ങുകയും വിശദമായി ഒന്നുകൂടി ചോദ്യം ചെയ്യുകയും ചെയ്യും. ബന്ധുക്കളെ അടക്കം ഈ കാര്യത്തിൽ ഇതിൻ്റെ ഒരു പരിശോധനയ്ക്ക് വേണ്ടി ഇയാൾ പറയുന്നതും അടക്കമുള്ള കാര്യങ്ങൾ ശരിയാണോ എന്ന് നോക്കും. ഒപ്പം ഇയാൾ ഇതുവരെയും ഫോൺ ചെയ്തതായിട്ട് സമ്മതിച്ചിട്ടില്ല എന്നതുകൂടിയുണ്ട്. ശ്രീജ. ശരി ഡാനി, ഈ ഇത്തരം ഫോൺ കോളുകളൊക്കെ വളരെ വളരെ ശ്രദ്ധിച്ച് തമാശയ്ക്കൊക്കെ ചെയ്യുന്നതാണെങ്കിൽ പോലും, അതല്ല ഇനി എന്തെങ്കിലും അസുഖത്തിന്റെ ഭാഗമായിട്ടൊക്കെ ചെയ്യുന്നതാണെങ്കിലും അതുണ്ടാക്കുന്ന പൊല്ലാപ്പ് ചെറുതാവില്ല എന്നതിനൊരു ഉദാഹരണമായിരിക്കട്ടെ ഈ സംഭവം. നേവൽ ബേസിലേക്കൊക്കെ ഫോൺ ചെയ്യുമ്പോൾ പലതവണ ആലോചിക്കണം. കാരണം വലിയ വെല്ലുവിളികളായിരിക്കും പിന്നെ നമ്മളെ കാത്ത് ഇരിക്കുന്നുണ്ടാവുക. നമ്മളിൽ മിക്കവാറും പേർ ഏതെങ്കിലും വാഹനം ഓടിക്കുന്നവരാണ്. ഇരുചക്ര വാഹനമോ അല്ലെങ്കിൽ കാറ് പോലെയുള്ള വാഹനമോ എന്തെങ്കിലും ഒന്ന് ഓടിക്കുന്നവരാണ്. അപ്പോൾ തിരികെ വീട്ടിലെത്തുമ്പോൾ, വണ്ടിയൊക്കെ ആയി പോയി തിരികെ വീട്ടിലെത്തിയ ശേഷം നമ്മുടെ ഫോണിലേക്ക് ഒരു ഗതാഗത നിയമലംഘനത്തിനുള്ള ഒരു പിഴ വന്നാൽ സ്വാഭാവികമായും നമുക്ക് അബദ്ധം പറ്റി കാണുമെന്നേ കരുതുകയുള്ളൂ. പക്ഷേ ഇനി മുതൽ അങ്ങനെ ഒരു മെസ്സേജ് വരികയാണെങ്കിൽ ഒരു 2-3 തവണയെങ്കിലും വിശദമായി തന്നെ നോക്കണം. കാരണം വലിയൊരു തട്ടിപ്പ് പുതിയൊരു രൂപത്തിൽ വരികയാണ്. ഗതാഗത നിയമലംഘനത്തിനുള്ള പിഴ അടയ്ക്കണമെന്ന വ്യാജ സന്ദേശത്തിലൂടെയാണ് പുതിയ സൈബർ തട്ടിപ്പ്. വാട്സപ്പ് സന്ദേശത്തിലെ ലിങ്ക് ഓപ്പൺ ചെയ്യുന്നവരുടെ ഫോൺ ഹാക്ക് ചെയ്താണ് തട്ടിപ്പ്. സംസ്ഥാനത്ത് നിരവധി പേർ ഈ തരത്തിൽ തട്ടിപ്പിനിരയായെന്നും ജാഗ്രത പാലിക്കണമെന്നും സൈബർ പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. ഇതെനിക്ക് വാട്സപ്പിൽ പരിവാഹൻ്റെ ഇത് വന്നതാ. അപ്പോൾ ഇതിൽ വണ്ടി നമ്പർ ഡീറ്റെയിൽ കിടത്തപ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു APK എന്നൊരു ഫയലുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഈ സമൻസിൻ്റെ വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയതാ. അപ്പോൾ അത് ഓപ്പൺ ആവണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കാണിച്ചു. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തതാ. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ അത് ഒരു ടൈമർ പോലെ ഇങ്ങനെ സ്റ്റെക്ക് കാണിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നോർമലായിട്ട് ബാക്ക് അടിച്ചിട്ട് ക്യാൻസൽ ചെയ്തിട്ട് ഇതാക്കി. പക്ഷേ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയി. ഒരു 26,595 രൂപ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പിടിച്ചു. 26,000 രൂപ നഷ്ടപ്പെട്ട തൃശൂർ സ്വദേശിയുടെ അനുഭവമാണിത്. തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടെ 100ഓളം പേർ ഇതിനകം തട്ടിപ്പിനിരയായി. വാഹൻ പരിവാഹൻ എന്ന ആപ്പിൽ നിന്നുള്ള സന്ദേശമായാണ് വ്യാജ സന്ദേശം എത്തുക. ഗതാഗത നിയമലംഘനത്തിനുള്ള പിഴ എന്തെന്ന് നോക്കാൻ ആപ്പ് തുറന്നാൽ പണി പാളും. വളരെ സങ്കടകരമായ അവസ്ഥയാണ്. നമ്മളെയൊക്കെ വളരെ സാധാരണക്കാരായ ആൾക്കാർ ബാങ്ക് ലോൺ എടുക്കാനും അല്ലെങ്കിൽ ലോൺ തിരിച്ചടയ്ക്കാനും ശമ്പളം കിട്ടിയ പൈസയുണ്ട്. അങ്ങനെ ഒരുപാട് പൈസകൾ പോയിട്ടുണ്ട്. വളരെയധികം ശ്രദ്ധിക്കുക. വാട്സപ്പിൽ വരുന്ന മെസ്സേജുകൾ വളരെയധികം നമുക്ക് അറിഞ്ഞുകൂടാത്ത വരുന്ന നമ്പറിൽ നിന്ന് വരുന്ന ഒരു മെസ്സേജുകളും ഒരു സാധനങ്ങളും ക്ലിക്ക് ചെയ്ത് നോക്കരുത്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വാഹനത്തിൻ്റെ പെറ്റി SMS വഴി മാത്രമേ വരാറുള്ളൂ. വാട്സപ്പ് വഴി വരുന്നത് മുഴുവൻ ഫേക്കാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. തുക തട്ടിപ്പുകാരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തുകയല്ല രീതി. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും വടക്കേ ഇന്ത്യയിലും വൈദ്യുതി, കുടിവെള്ള വിതരണത്തിനുള്ള ബിൽ ഇനത്തിൽ അവിടങ്ങളിലെ സർക്കാർ അക്കൗണ്ടുകളിലേക്കാണ് പണം പോയിട്ടുള്ളത്. ഏജൻസികൾ മുഖേനയാണ് ഇവിടെ ഭൂരിഭാഗം ആളുകളും ബില്ലുകൾ അടയ്ക്കാറുള്ളതെന്ന് പോലീസ് പറയുന്നു. ഉപഭോക്താക്കളിൽ നിന്ന് തുക കൈപ്പറ്റിയ ശേഷം ഏജൻസികൾ തട്ടിക്കുന്ന തുക ഉപയോഗിച്ച് ബില്ലുകൾ അടയ്ക്കുന്നതാണ് രീതി. ഗതാഗത നിയമലംഘനത്തിന് പരിവാഹൻ വാട്സാപ്പ് സന്ദേശം അയക്കില്ലെന്നും SMS ആയി മാത്രമേ ഇത് അയക്കാറുള്ളൂ എന്നും പോലീസ് വ്യക്തമാക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ശ്രദ്ധിക്കുക, ഇത് എപ്പോൾ വേണമെങ്കിൽ നമ്മുടെയൊക്കെ ഫോണിലേക്ക് വരാവുന്ന ഒരു സന്ദേശമാണ്. ആ സന്ദേശം തുറന്നു നോക്കിയാൽ അതിലൊരു ലിങ്ക് കാണും.
വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ പറ്റിപ്പോയതല്ലേ, പൈസ അടയ്ക്കാമെന്ന് കരുതിയാൽ ആ പൈസയല്ല അടയ്ക്കുക, മറിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലുള്ള മുഴുവൻ പൈസയും പോകും എന്നതാണ് ഈ തട്ടിപ്പിന്റെ പ്രത്യേകത. വി അരുൺ വിവരങ്ങളുമായി. അരുൺ, ഓരോ ദിവസവും ഓരോ പുതിയ തട്ടിപ്പാണ്. എത്രയൊക്കെ ആളുകളെ ബോധവാന്മാരാക്കാൻ ശ്രമിച്ചാലും നമുക്കറിയാം, ഇപ്പോൾ ഈ ഡിജിറ്റൽ അറസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഇത്ര വലിയ വാർത്തയായിട്ടും വളരെ വിദ്യാസമ്പന്നരും ഉയർന്ന ജോലികൾ ചെയ്യുന്നവരുമൊക്കെ ആയ ആളുകളാണ് ഇപ്പോഴും അതിന്റെ തട്ടിപ്പിനിരയാവുന്നത്. അപ്പോഴാണ് അതിനേക്കാൾ ഏറ്റവും സാധാരണ തട്ടിൽ എല്ലാ മനുഷ്യന്മാരെയും ബാധിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ഈ വാഹന ഗതാഗത നിയമലംഘനത്തിനുള്ള പിഴ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഒരു മെസ്സേജ് വന്നാൽ ഞാനായാലും അരുണായാലും ആദ്യം നോക്കുക, ആ ലിങ്കിൽ കയറി പൈസ അങ്ങ് അടച്ചേക്കാമെന്നേ ഒരുപക്ഷെ കരുതുകയുള്ളൂ. പക്ഷേ എന്ത് വലിയ ആപത്താണ് നമ്മളെ കാത്തിരിക്കുന്നത് അങ്ങനെ ഒരു ലിങ്ക് വരുമ്പോൾ. തീർച്ചയായിട്ടും അത് തന്നെയാണ്. തട്ടിപ്പുകൾ പുതിയ വഴികളാണ്, പുതിയ മാർഗങ്ങളാണ് തട്ടിപ്പുകാർ തേടുന്നത്. കാരണം ഒരുവിധമുള്ള തട്ടിപ്പൊക്കെ ജനങ്ങൾ ബോധവാന്മാരാണ്. തട്ടിപ്പിനിരയാവുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായി സർക്കാരും സൈബർ പോലീസും അല്ലാതെ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ഒക്കെ കൃത്യമായ ബോധവൽക്കരണം നടത്തുന്നുണ്ട്. അപ്പോൾ അതിനെ ഒരു തടയിടുമ്പോൾ പുതിയ വഴികൾ തേടുകയാണ് തട്ടിപ്പുകാർ. ഏറ്റവും പുതിയ വഴിയായി അവർ കണ്ടെത്തിയിരിക്കുന്നത് ഈ ഗതാഗത നിയമലംഘനങ്ങൾക്കുള്ള പിഴ എന്ന പേര് തട്ടിപ്പാണ്. മോട്ടോർ വാഹന വകുപ്പിൻ്റെയും പരിവാഹൻ്റെയും ഒക്കെ സന്ദേശം എന്ന രീതിയിലാണ് വാട്സാപ്പിലൂടെ ഇത് വരുന്നത്. സ്വാഭാവികമായി നമ്മുടെ നമ്പർ അനുസരിച്ച് നമ്മുടെ വാഹനത്തിൻ്റെ നമ്പർ കൃത്യമായ നമ്പർ രേഖപ്പെടുത്തി തന്നെയാണ് നിങ്ങളുടെ ഈ വാഹനത്തിൽ ഈ പിഴ സംഭവിച്ചിരിക്കുന്നു, അമിത വേഗമോ അല്ലെങ്കിൽ സിഗ്നൽ ക്രോസ് ചെയ്യുകയോ സീറ്റ് ബെൽറ്റ് ഇടാതിരിക്കുകയോ ഹെൽമെറ്റ് വയ്ക്കാതിരിക്കുകയോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പിഴയാണ്. അത് അടയ്ക്കാൻ സ്വാഭാവികമായും ശ്രീ സൂചിപ്പിച്ച പോലെ ഞാനായാലും ശ്രീജയായാലും ആരും വാഹനം ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ആ മെസ്സേജ് ഓപ്പൺ ചെയ്യുമെന്ന് ഉറപ്പാണ്. അതുതന്നെയാണ് ഇവർ ആ പഴുത് തന്നെയാണ് ഇവർ ഉപയോഗിക്കുന്നതും. ആ മെസ്സേജ് ഓപ്പൺ ചെയ്താൽ പിഴ അടയ്ക്കണമെങ്കിൽ ഈ ലിങ്കിലേക്ക് പോകണം എന്ന ഒരു ആപ്പിൻ്റെ ഒരു APK ഫോർമാറ്റാകും വരിക. അത് ഓപ്പൺ ചെയ്യുമ്പോഴാണ് നമ്മൾ പൂർണ്ണമായും കൊടുക്കുന്നത്. ഒരുപക്ഷെ അത് പൂർണ്ണമായും ഇൻസ്റ്റാളായി വരാം, ചിലപ്പോൾ അത് ഹാങ് ആയി നിൽക്കുകയും ചെയ്യാം. ഹാങ് ആയി നിന്നാൽ പോലും അതോടുകൂടി ഈ സൈബർ ഹാക്കർമാർ നമ്മുടെ അക്കൗണ്ടുകളിലേക്ക്, നമ്മുടെ ഫോണിലേക്ക് ആ സമയത്തിനുള്ളിൽ കയറിയിരിക്കും. ഇത് വളരെ കൃത്യമായി ഈ കയറുമ്പോൾ വളരെ കൃത്യമായി ഇതിൽ നമ്മുടെ തുക, നമ്മുടെ മുഴുവൻ ഫോൺ രേഖകളും നമ്മൾ ഒരു ഫോൺ എങ്ങനെയാണോ പരിശോധിക്കുക അതുപോലെ അവർക്ക് വിവരങ്ങൾ എനി ഡെസ്ക് പോലുള്ള നമ്മൾ കമ്പ്യൂട്ടറിലും മറ്റും ചെയ്യുന്ന എനി ഡെസ്ക് പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് അത് സമാനമായ രീതിയിലാണ് തട്ടിക്കുന്നത്. അതായത് നമ്മുടെ ഫോൺ അവരുടെ കയ്യിൽ ഇരുന്നാൽ എങ്ങനെ ആ രീതിയിൽ അവർക്ക് ഓരോന്നും ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും. ഇവർ ചെയ്യുന്നത് രാത്രി സമയങ്ങളിൽ, പക്ഷേ നമ്മൾ ഉറങ്ങുന്ന സമയങ്ങളിലാകാം, ഫോൺ ആക്റ്റീവ് അല്ലാത്ത സമയങ്ങളിലാകാം ഇവർ ഈ തട്ടിപ്പ് നടത്തും. അതുകൊണ്ട് തന്നെ മെസ്സേജും മറ്റും നമ്മൾ അറിയുകയുമില്ല. നമ്മുടെ ഫോൺ അവർ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായും ആ സമയത്ത് നമ്മുടെ GPay, ഫോൺപേ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബാങ്കുകളുടെയൊക്കെ ആപ്പ്, സ്വാഭാവികമായും നമ്മൾ ഉപയോഗിക്കുന്ന ബാങ്കുകളുടെ ആപ്പും ക്രെഡിറ്റ് കാർഡിൻ്റെ ആപ്പും ഒക്കെ നമ്മുടെ ഫോണുകളിൽ ഉണ്ടാകാം. അതെല്ലാം പൂർണ്ണമായും ആ തുക അവർ അതിനിടയിൽ കൈക്കലാക്കിയിരിക്കും. ഒരു വ്യത്യാസമുള്ളത്, സാധാരണഗതി തട്ടിപ്പുകാർ അവരുടെ അക്കൗണ്ടിലേക്കാണ് ഈ പണം ഈ രീതിയിൽ തട്ടിച്ച് കൈമാറുന്നതെങ്കിൽ ഇത്തവണ അങ്ങനെയല്ല, മറിച്ച് സർക്കാരുകളുടെ അക്കൗണ്ടുകളിലേക്ക്, അത് നോർത്ത് ഈസ്റ്റ് ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുണ്ട്, അതുപോലെ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളുമുണ്ട്. അവിടുത്തെ കറണ്ട് ബില്ല്, കുടിവെള്ള ബില്ല്, മറ്റ് സർക്കാർ സേവനങ്ങൾ ഇതിലേക്കാണ് അടയ്ക്കുന്നത്. അവിടെ പല ഏജൻസികളാണ് ഇത്തരം ആളുകൾക്ക് ഈ ബില്ലുകൾ ഏജൻസികളിലൂടെ അടയ്ക്കുന്നത്. സ്വാഭാവികമായി അവരിൽ നിന്ന് ഏജൻസികൾ ഈ പണം വാങ്ങിയ ശേഷം ഈ തട്ടിക്കുന്ന പൈസ അതിലേക്ക് അടയ്ക്കുന്നു. അപ്പം സ്വാഭാവികമായും അത് പോകുന്നത് സർക്കാർ അക്കൗണ്ടിലേക്കാണ്. അങ്ങനെ കൂടി രക്ഷയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അവർ ചെയ്യുന്നത്. ഏതായാലും വലിയൊരു തട്ടിപ്പാണ്. ഏതാണ്ട് ഒരു മാസത്തോളം ആകുന്നു ഈ തട്ടിപ്പ് പതിയെ ആളുകൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങിയിട്ട്. അത് വലിയ കണക്കായി മാറുന്നു. ഇപ്പോൾ തട്ടിപ്പിനിരയായവരുടെ എണ്ണം തുക കൂടുന്നു. ചെറിയ തുക മുതൽ വളരെ സാധാരണക്കാര ആളുകൾക്ക് അവരുടെ സ്വാഭാവിക ചെറിയ തുക മാത്രമേ അക്കൗണ്ട് ഉണ്ടാവും, അതുപോലെ വലിയ തുകകൾ വരെ ഈ തട്ടിപ്പിലൂടെ നഷ്ടപ്പെടുന്നുമുണ്ട്. ശരി, അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രേക്ഷകരോട് ഒരിക്കൽ കൂടി പറയുന്നു. പരിവാഹന്റെ പേരിൽ ഒരിക്കലും നിങ്ങൾക്ക് വാട്സപ്പ് സന്ദേശം വരില്ല. പരിവാഹൻ, അതായത് നിങ്ങൾക്ക് ഗതാഗത നിയമലംഘനത്തിന് ഒരൊറ്റ രീതിയിലേ നിങ്ങൾക്ക് ആ സന്ദേശം കിട്ടുകയുള്ളൂ. അത് SMS വഴിയാണ്, അത് വാട്സപ്പിലല്ല വരുന്നത്. വാട്സപ്പിൽ ഒരു ലിങ്കോടെ അത്തരമൊരു സന്ദേശം വരികയാണെങ്കിൽ തുറക്കണ്ട, അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കൂ. കാരണം അത് നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്യാനുള്ള ഒരു ലിങ്കാണ് വന്നിരിക്കുന്നത്. ഇനി തട്ടിപ്പ് അവിടെയൊന്നും തീരുന്നില്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളുടെ പേരിലൊക്കെ ഇപ്പോൾ വ്യാജ സന്ദേശങ്ങൾ, എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുകയാണ്, പൈസ വേണം, അത്യാവശ്യമായി കുറച്ച് പൈസ തന്ന് സഹായിക്കാമോ എന്നൊക്കെ പറയും. നമ്മുടെയൊക്കെ സുഹൃത്തുക്കളുടെ പേരിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കി അതിൽ നിന്ന് സന്ദേശം വരുന്നതൊക്കെ സ്ഥിരം കാഴ്ചയാണ്. അതിപ്പോൾ നമുക്ക് ഏതാണ്ട് കണ്ടാൽ മനസ്സിലാവാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, കൊല്ലക്കുടിയിൽ സൂചി വിൽപ്പനാന്നോ അല്ലെങ്കിൽ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി അയക്കുന്നു എന്നോ ഒക്കെ പറയുന്നത് പോലെ
ADGP പി വിജയന്റെ പേരിൽ ഒരു വ്യാജ ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കി അതുവഴി 50,000 രൂപ തട്ടിയതായി മറ്റൊരു പരാതി വരുന്നു. പി വിജയൻ IPS ആണെന്ന് പരിചയപ്പെടുത്തി സൗഹൃദം സ്ഥാപിച്ചായിരുന്നു തട്ടിപ്പ്. CRPFൽ ജോലി ചെയ്യുന്ന സുഹൃത്ത് സ്ഥലം മാറി പോവുകയാണെന്നും 1 ലക്ഷം രൂപ വില വരുന്ന ഗാർഹിക ഉപകരണങ്ങൾ 50,000 രൂപയ്ക്ക് നൽകാമെന്നും വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. തിരുവനന്തപുരം സ്വദേശിയാണ് പരാതിക്കാരൻ. ഈ പണം അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തെങ്കിലും പിന്നീട് ഇങ്ങനെ ഒരാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അരുൺ, ഒന്നാമത് പി വിജയൻ ഇങ്ങനെ ഒരു കാര്യത്തിന് മെസ്സേജ് അയക്കില്ല എന്നൊരു ധാരണ നമുക്ക് സ്വാഭാവികമായും ഉണ്ടാവേണ്ടതായിരുന്നു. ക്ഷമിക്കണം, വി അരുൺ അല്ല. ആ വാർത്ത ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ പലപ്പോഴും പ്രമുഖരുടെയൊക്കെ പേരിൽ അത്തരം പേജുകൾ ഉണ്ടാവുകയും അതിൽ നിന്ന് ഇങ്ങനെ അസ്വാഭാവികമായ ഇത്തരം ആവശ്യങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കുക. ദയവ് ചെയ്ത് അവരെ നേരിട്ട് തന്നെ ബന്ധപ്പെട്ട് അവരല്ല എന്ന് ഉറപ്പിക്കാൻ ശ്രമിക്കുക. നമ്മുടെ മുന്നിൽ വരുന്ന കാര്യങ്ങളിലെല്ലാം ഒരു തട്ടിപ്പ് നടക്കാൻ സാധ്യതയുണ്ട്. മുന്നിൽ വരുന്നതൊക്കെ ശരിയാവുമെന്നല്ല, മുന്നിൽ വരുന്നതിലൊക്കെ തെറ്റുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊരു മനോഭാവത്തോടെ സൈബർ സ്പേസിൽ ഇടപെടുന്നതാണ് ഏറ്റവും ബുദ്ധി എന്നാണ് സൈബർ വിദഗ്ധർ പറയുന്നത്. അപ്പം നല്ലവണ്ണം ശ്രദ്ധിക്കുക. കാരണം ഏതൊക്കെ വിധത്തിൽ തട്ടിപ്പ് വരുമെന്ന് നമുക്കിപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല. അത് ചിലപ്പോൾ പരിവാഹന്റെ രൂപത്തിലാവാം, ചിലപ്പോൾ ഡിജിറ്റൽ അറസ്റ്റ് ആവാം, ചിലപ്പോൾ നമ്മുടെ സുഹൃത്താവാം. അങ്ങനെ പലതരത്തിലുള്ള തട്ടിപ്പുകളുടെ ഒരു ലോകമാണ് ഈ സൈബർ ലോകം എന്നൊരു മുന്നറിയിപ്പ് മാത്രം നൽകുകയാണ്. മറ്റു വാർത്തകളിലേക്ക് പോകാം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം കാണാതായ സംഭവത്തിൽ ദുരൂഹത തുടരുന്നു. 8 ജീവനക്കാരുടെ മൊഴി ഇന്ന് വീണ്ടും രേഖപ്പെടുത്തും. മോഷണ ശ്രമമാണ് നടന്നതെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്ന FIRന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. വി അരുൺ വിവരങ്ങളുമായി. അരുൺ, അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമാകാൻ സാധ്യതയില്ല എന്നതുകൂടിയാണ്. ഇപ്പോൾ ഈ ജീവനക്കാരുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താനുള്ള ഒരു സാഹചര്യം എന്താണ്? FIRന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പുറത്തു വന്ന തട്ടിപ്പ് മാത്രമാണ്. ഒരുപക്ഷെ ശ്രീ സൂചിപ്പിച്ച പോലെ ഇത് ഒറ്റപ്പെട്ട സംഭവമാകാൻ ഇടയില്ല. പക്ഷേ ഇപ്പോൾ ഇത് മാത്രമാണ് അവിടെ നിന്ന് പുറത്തു വരുന്ന വാർത്ത. 13 പവൻ സ്വർണം നഷ്ടപ്പെട്ടിരിക്കുന്നു. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുള്ള അമ്പലമാണ്, ക്ഷേത്രമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. അവിടെ സാധാരണക്കാർക്ക് കടന്നു പോകാൻ കഴിയില്ല. സ്ട്രോങ് റൂമിലാണ് ഈ സ്വർണം സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ, താഴേക്കുളത്തിൽ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ടും മറ്റും ചില നിർമ്മാണ പണികൾ നടക്കുന്നുണ്ട്, അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട്. അവിടെ അതിനുവേണ്ടി സ്ട്രോങ് റൂം തുറന്ന് സ്വർണം മാറ്റിയിട്ടുണ്ട്. ജീവനക്കാർക്കോ അല്ലെങ്കിൽ ഈ സ്വർണ്ണപ്പണിക്ക് എത്തുന്ന ആളുകൾക്കോ മാത്രമാകും അവിടേക്ക് പ്രവേശനം. അവിടെ ഈ സ്ട്രോങ് റൂമിൽ CCTV ഇല്ല. കൊണ്ടുപോകുന്ന വഴികളിലും പലയിടത്തും CCTV ഇല്ല എന്നാണ് വ്യക്തമാക്കുന്നത്. ഈ തട്ടിപ്പ് വിവരം പുറത്തു വന്നതിന് ശേഷം 2 ദിവസത്തിന് ശേഷം ഈ സ്വർണം കണ്ടെടുത്തു എന്നത് കൂടിയാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അവിടെ മണ്ണിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഈ സ്വർണ്ണപ്പണിക്ക് തുണിസഞ്ചികളിലാണ് ഇത് കൊണ്ടുപോകുന്നത്. പോകുന്ന വഴിക്ക് ഇത് താഴെ വീണ് പോകാം എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമായതിനെ പോലീസ് കാണുന്നുണ്ട്. പക്ഷേ ഈ കൊണ്ടുപോയ തുണിയിൽ നിന്ന് ഈ ഇത്രയും വലിപ്പമുള്ള സ്വർണ്ണ തകിട് അല്ലെങ്കിൽ ദണ്ട് താഴെ വീണ് പോകാൻ ഇടയില്ലെന്നും പോലീസ് തന്നെ പറയുന്നു. 30 സെൻറ്റിമീറ്ററോളം നീളമുള്ള ഒരു ദണ്ടാണത്, കമ്പിയാണത്. അത് അങ്ങനെ താഴെ വീണ് പോകാനുള്ള ഹോൾ ഈ സഞ്ചിയിൽ ഉണ്ടായിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. 30 സെൻറ്റിമീറ്റർ നീളം വരും. അനന്തശയന വിഗ്രഹത്തിന് മുന്നിൽ ശിരസ്, ഉടൽ, പാദം എന്നിവ ആ ഭാഗത്ത് 3 വാതിലുകളാണുള്ളത്. ഇവിടെ അതിൽ ഒരു വാതിൽ ചെറിയ കേട് വന്നു. അതിന് സ്വർണം പൂശുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ട്രോങ് റൂമിൽ സ്വർണം എടുക്കുന്നു, തിരികെ വയ്ക്കുന്നു. ഉദ്യോഗസ്ഥരുടെ സുരക്ഷാ ചുമതല പോലീസിൻ്റെ സാന്നിധ്യത്തിൽ വേണമെന്നാണ് ചട്ടം. ഈ CCTV ഇല്ലാത്തത് കൊണ്ട് തന്നെ എങ്ങനെയാണ് നഷ്ടമായെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, പുറത്തുനിന്നും ആരും അവിടെ ദർശനത്തിന് സാധാരണക്കാരായ ഭക്തരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കള്ളന്മാരോ കയറി കൊണ്ടുപോയതല്ല. കള്ളൻ കപ്പലിൽ തന്നെയാണ് ഈ സ്വർണം അവിടെ നഷ്ടപ്പെട്ടെങ്കിൽ ഒന്നുകിൽ അവിടുത്തെ ഈ സുരക്ഷാ ചുമതലയുള്ള ജീവനക്കാർ, അല്ലെങ്കിൽ അവിടുത്തെ പത്മനാഭസ്വാമി ക്ഷേത്ര ജീവനക്കാർ, അതുമല്ലെങ്കിൽ സ്വർണ്ണപ്പണിക്ക് വന്ന ആളുകൾ. ഇതിൽ ആരോ ചെയ്ത തട്ടിപ്പാണ്. അത്ര എളുപ്പമല്ല. സ്വർണം അവിടെ നിന്ന് മോഷ്ടിച്ചാലും പുറത്തേക്ക് കൊണ്ടുപോകാൻ പുറത്ത് വലിയ സംവിധാനങ്ങളുണ്ട്. ഒരുപക്ഷെ സാധാരണഗതിയിൽ എല്ലാവരെയും ജീവനക്കാരെ അടക്കം പരിശോധിച്ച് മാത്രമേ, അതായത് ദേഹപരിശോധന അടക്കം നടത്തി മാത്രമേ അകത്തേക്ക് കടത്തിവിടാനും പുറത്തേക്ക് പോകാനും അനുവദിക്കാവൂ എന്നാണ് നിയമം. ചിലപ്പോഴൊക്കെ അത് പാലിക്കപ്പെടുന്നില്ല എന്നുള്ള മുൻകാലങ്ങളിൽ ചില വാർത്തകളിലൂടെ നമ്മളത് അറിഞ്ഞതാണ്. ഇപ്പോൾ എന്താണ് അത് സംഭവിക്കുന്ന കാര്യത്തിൽ ഏജൻസികൾ വ്യക്തമാക്കേണ്ടതുണ്ട്. ഏതായാലും കള്ളൻ കപ്പലിൽ തന്നെയാണ്. ആ കള്ളൻ ആരെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.
നാടിന് നടുക്കിയ നന്ദൻകോട് കൂട്ടക്കൊലയിൽ ഇന്നലെ പ്രതിയായ കേതൽ ജിൻസൺ രാജ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ഇനി എന്താണ് ഇയാൾക്ക് ശിക്ഷ നൽകേണ്ടത്? ഇക്കാര്യത്തിൽ ഇന്ന് കോടതിയിൽ വാദം നടക്കും. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി 6-ലാണ് വാദം നടക്കുക. വാദം പൂർത്തിയായ ശേഷമാകും ശിക്ഷാവിധി. വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ നിലപാട്. പ്രതിക്ക് മാനസിക പരിവർത്തനത്തിന് അവസരമൊരുക്കാൻ കുറഞ്ഞ ശിക്ഷ നൽകണമെന്ന് പ്രതിഭാഗവും വാദിക്കും. വീട്ടുകാരുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങളാണ് മാതാപിതാക്കളും സഹോദരിയും ഉൾപ്പെടെ 4 പേരെ അതിക്രൂരമായി കൊലപ്പെടുത്താൻ കാരണമായത് എന്നാണ് കുറ്റപത്രം. ഇത്തവണത്തെ വേനൽക്കാലം നമുക്ക് അല്പം ആശ്വാസകരമായ ഒരു വേനൽക്കാലമാണ്. കഴിഞ്ഞ 2 വർഷങ്ങളൊക്കെ നോക്കിയാൽ ഈ സമയത്തൊക്കെ പൊള്ളുന്ന ചൂടായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല, നമുക്ക് നല്ല വേനൽ മഴ ലഭിക്കുന്നുണ്ട്. ഇനി മെയ് 27 ആകുമ്പോഴത്തേക്കും കാലവർഷം എത്തുമെന്ന് പറയുന്നു. ഇതിനിടയിലുള്ള ചെറിയൊരു ഗ്യാപ്പിൽ സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് വീണ്ടും ഒരു മുന്നറിയിപ്പുണ്ട്. ഇന്നും നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാലവർഷം ഈ മാസം അവസാനം തന്നെ എത്തിച്ചേരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. ഐഷത്തുൽ ഷംന വിവരങ്ങളുമായി. ഷംന, ഗുഡ് മോർണിംഗ്. രാവിലെ ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് മഴയുണ്ടായിരുന്നു. ഇന്നലെയും വൈകിട്ട് മഴ പെയ്തു തിരുവനന്തപുരത്ത്. സംസ്ഥാനത്തിന്റെ മറ്റേതൊക്കെ ഭാഗങ്ങളിലാണ് ഇന്ന് മഴയ്ക്ക് സാധ്യതയുള്ളത്? മാത്രമല്ല, ഇത് ഇപ്പോൾ 27-നാണ് കാലവർഷം എത്തുമെന്ന് മുന്നറിയിപ്പുള്ളത്. ഇത് എത്ര ദിവസം നീണ്ടു നിൽക്കും ഇപ്പോഴത്തെ ഈ മഴ? ശ്രീജ, ഗുഡ് മോർണിംഗ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വേനൽ ഇത്തവണ കുറച്ച് ആശ്വാസമാണ്. കാരണം പലപ്പോഴായി വേനൽ മഴ ലഭിച്ചിരുന്നു. കാലവർഷം ഇനി എന്തായാലും 27-ന് തന്നെ എത്തുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. അത് ചിലപ്പോൾ 4 ദിവസം മുൻപോ 4 ദിവസം ശേഷമോ ആവാൻ സാധ്യതയുണ്ട്. എന്തായാലും കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ നേരത്തെ എത്തുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. 13-ാം തീയതിയോട് കൂടിയാണ് ആൻഡമാൻ കടലുകളിൽ കാലവർഷം എത്തുന്നത്. എന്തായാലും സംസ്ഥാനത്ത് ഇന്ന് 3 ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് ഉള്ളത്. എറണാകുളം, പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് ഉള്ളത്. ഒപ്പം നാളെയും സംസ്ഥാനത്ത് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് 4 ജില്ലകൾക്കാണ്. എറണാകുളം, മലപ്പുറം, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് നാളെ യെല്ലോ അലേർട്ട് ഉള്ളത്. ഒപ്പം ഈ 13-ാം തീയതി വരെ 13-ാം തീയതിക്ക് ശേഷം ഈ കാലവർഷം എത്തുന്നത് വരെ മഴ ശക്തമാകുമെന്നൊരു മുന്നറിയിപ്പ് കൂടിയുണ്ട്. ഒപ്പം ശക്തമായ കാറ്റിന്, ഇടിമിന്നലിനൊക്കെ സാധ്യതയുണ്ട് എന്ന് കൂടി കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്തായാലും ആശ്വാസമായ ഒരു വേനൽക്കാലം അത് അവസാനിക്കുമ്പോൾ കാലവർഷം നേരത്തെ എത്തുന്നു എന്ന മുന്നറിയിപ്പ് കൂടിയാണ് വരുന്നത്. ശരി, എന്തായാലും പുറത്തിറങ്ങുന്നവരുടെയൊക്കെ ഒരു പ്രത്യേക ശ്രദ്ധയ്ക്ക്. പെട്ടെന്ന് മഴയില്ല എന്നൊക്കെ തോന്നും, പക്ഷേ മഴ എപ്പോൾ വേണമെങ്കിൽ പെയ്യാം. കയ്യിലൊരു കുട ഉണ്ടാവുന്നത് നല്ലതാണ്. വൈകിട്ട് മലയോര മേഖലയിലൊക്കെ യാത്ര ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇടിയോട് കൂടിയ മഴയ്ക്ക്, ഇടിയും മിന്നലും ഒക്കെയുള്ള കൂടെ കാറ്റുമുള്ള ഒരു മഴയ്ക്കാണ് സാധ്യത പറയുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല, നേരത്തെ കൂട്ടി മഴയുടെ സൂചനയൊന്നും ഉണ്ടാവില്ല. വളരെ പെട്ടെന്ന് ശക്തമായ മഴ പെയ്യുന്നതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അപ്പോൾ അതുകൊണ്ട് കയ്യിലൊരു കുടയൊക്കെ കരുതി സേഫ് ആയിട്ടിരിക്കുക. നമുക്ക് KPCC അധ്യക്ഷനായി ചുമതലയേറ്റ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള പുതിയ KPCC ഭാരവാഹികൾ കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി കൂടിക്കാഴ്ചയ്ക്കായി ഇന്ന് ഡൽഹിയിലെത്തും. UDF കൺവീനർ അടൂർ പ്രകാശും 3 വർക്കിംഗ് പ്രസിഡന്റുമാരും കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കും. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പുതിയ KPCC ഭാരവാഹികൾ പങ്കുവയ്ക്കും. അതേസമയം മുൻ KPCC അധ്യക്ഷനും കോൺഗ്രസ് പ്രവർത്തക സമിതി സ്ഥിരം ക്ഷണിതാവുമായ K സുധാകരൻ ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കില്ല എന്നാണ് സൂചന. VV അരുൺ വിവരങ്ങളുമായി. അരുൺ, പുതിയ ടീമാണ്. സാധാരണ പറയുന്നത് പോലെ KPCC അധ്യക്ഷൻ അല്ലെങ്കിൽ അങ്ങനെയല്ല പറയുന്നത്, പ്രതിപക്ഷ നേതാവ് അങ്ങനെയൊന്നുമല്ല. പുതിയ ടീം ഇന്ന് പോയി ഹൈക്കമാൻഡിനെ കാണുന്നുണ്ട്. വലിയ പ്രതീക്ഷയുണ്ട് ഹൈക്കമാൻഡിന് ഈ ടീമിൽ. പക്ഷേ സുധാകരന്റെ കാര്യത്തിൽ സുധാകരൻ ഈ യാത്രയിൽ പങ്കെടുക്കുമെന്ന് മുൻപ് സൂചന ഉണ്ടായിരുന്നോ? ഇപ്പം മാറി നിൽക്കുന്നതാണോ? എന്തൊക്കെ വിവരങ്ങളാണ് വരുന്നത്? കോൺഗ്രസിന് ഇനി വരാൻ പോകുന്നത് സണ്ണി ഡേയ്സ് എന്നാണ് രമേശ് ചെന്നിത്തല, കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം, ഇന്നലെ ഈ സ്ഥാനാരോഹണ ചടങ്ങിൽ വിശേഷിപ്പിച്ചത്. നല്ല പ്രകാശമുള്ള ദിവസങ്ങളെന്ന് അർത്ഥമാക്കാം, ഒരുപക്ഷെ അതിനുമപ്പുറത്തേക്ക് തീവ്ര ചൂടുള്ള ദിവസങ്ങളെന്നും അർത്ഥമാക്കാം. ഏതാണ് സംഭവിക്കാൻ പോകുന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഏതായാലും നിലവിൽ കോൺഗ്രസ് പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. നേതാക്കളിൽ വലിയൊരു വിഭാഗം വലിയ പ്രതീക്ഷയിലുമാണ്. അത്ഭുതങ്ങൾ സംഭവിക്കും. തുടർച്ചയായ 2 തവണ ഭരണം നഷ്ടപ്പെട്ടതിൽ നിന്ന് കരകയറാനാകും. അടുത്ത 2026 മെയ്യിൽ രാജ്ഭവനിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി വലിയൊരു ഇടവേളയ്ക്ക് ശേഷം സത്യപ്രതിജ്ഞ ചെയ്യും കേരളത്തിലുമെന്ന ഒരു പ്രതീക്ഷയാണ് കോൺഗ്രസ് ക്യാമ്പിലുള്ളത്. ടീം സണ്ണി ജോസഫിന്റെ പ്രധാനപ്പെട്ട ചില ആളുകൾ കൂടി ഇനി വരാൻ, ടീം അംഗങ്ങൾ കൂടി വരാനുണ്ട്. അത് ജനറൽ സെക്രട്ടറിമാർ വേണം, മറ്റ് ഭാരവാഹികൾ വേണം. സമഗ്രമായ ഒരു അഴിച്ചുപണിയിലേക്ക് പോകുമോ എന്ന കാര്യമാണ് അറിയേണ്ടത്. നേരത്തെ ഈ സമ്പൂർണ്ണ അഴിച്ചുപണി ഉള്ളതുകൊണ്ടാണ് UDF കൺവീനറടക്കം മാറ്റേണ്ടി വന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഇപ്പോഴുള്ള
ജനറൽ സെക്രട്ടറിമാരെയും അതുപോലെ സെക്രട്ടറിമാരെയും KPC ഭാരവാഹികളും ഒക്കെ മാറ്റിക്കൊണ്ട് സമ്പൂർണ്ണ അഴിച്ചുപണിയിലേക്ക് പോകുമോ എന്നാണ് അറിയേണ്ടത്. അതിനുള്ള ഒരു അനുമതി ഇന്നലെ AICC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഈ സ്ഥാനാരോഹണ ചടങ്ങിൽ തന്നെ സണ്ണി ജോസഫിന് നൽകിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് എവിടെയൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വേണമോ അതെല്ലാം നടത്താൻ തയ്യാറെടുക്കാൻ തീരുമാനിക്കാൻ സണ്ണി ജോസഫിന് കേന്ദ്ര നേതൃത്വം ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ സമഗ്ര അഴിച്ചുപണിയിലേക്ക് പോകും. നമുക്ക് ഈ പറയുന്നത്ര എളുപ്പമാകില്ല കോൺഗ്രസ് സമഗ്ര അഴിച്ചുപണി. ഇപ്പോൾ ഒരു പ്രസിഡന്റ് തിരഞ്ഞെടുക്കുമ്പോൾ വലിയ തർക്കങ്ങൾക്ക് ശേഷമാണെങ്കിൽ പോലും അത് കാര്യമായ പൊട്ടിത്തെറിയില്ലാതെ അവിടെ ഇന്നലെ മുരളീധരൻ പറഞ്ഞ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ആ തിരഞ്ഞെടുത്ത സമയമാണ്. അതിർത്തിയിൽ ബോംബ് പൊട്ടുമോ എന്ന ആശങ്കകൾക്കിടെയാണ് ഈ ഒരു തീരുമാനം പ്രഖ്യാപിച്ചത്. അതിൻ്റെ ഗുണം ഈ സ്ഥാനമാറ്റ സമയത്തുണ്ടായെന്ന ഒരു സൂചനയായി കൂടി മുരളിയുടെ വാക്കുകളെ കാണാം. അല്ലെങ്കിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് കോൺഗ്രസും മാറിയേനെ. ഒരു ബോംബ് പ്രതീക്ഷിച്ചെടുത്തൊരു ഏറുപടക്കം പോലും വീണില്ല എന്ന് മുരളി പറയുമ്പോൾ അത്രയധികം ബോംബ് ഇവിടെ പൊട്ടാനുണ്ടായിരുന്നു. പക്ഷേ തിരഞ്ഞെടുത്ത സമയം അത് അതിർത്തിയിൽ രാജ്യം വലിയ സംഘർഷാത്മക സാഹചര്യം നേരിടുമ്പോഴായിരുന്നു എന്നതുകൊണ്ടാണ് എന്ന് മുരളീധരൻ സൂചിപ്പിക്കുന്നു. മുരളീധരൻ്റെ പ്രസംഗത്തിലും ചില കുത്തുവാക്കുകൾ ഒളിയമ്പുകൾ ഇന്നലെയും ഉണ്ടായിരുന്നു. MM ഹസനും പൂർണ്ണമായും തൃപ്തനല്ല ഇപ്പോഴത്തെ മാറ്റത്തിൽ. അങ്ങനെ നിരവധി മുതിർന്ന നേതാക്കളുണ്ട്. അവരെയൊക്കെ സംയമനത്തിൻ്റെ പാതയിലൂടെ അവരെ ഒരുമിച്ച് കൊണ്ടുപോകുക വലിയ വെല്ലുവിളി സണ്ണി ജോസഫിനും ഒപ്പമുള്ള ടീമിനുമുണ്ട്. അവിടെ പുതിയ ഭാരവാഹികളെ സഹഭാരവാഹികൾ തീരുമാനിക്കുമ്പോൾ കൂടി ഒരു ഐക്യം ഉറപ്പാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ നേതൃനിരയും ദേശീയ നേതൃത്വവും. വലിയ പ്രതീക്ഷകൾ, വലിയ സ്വപ്നങ്ങൾ അവർക്കുണ്ട്. അത് വരുന്ന അതിനു മുമ്പ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകാം. അതിനുശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്വപ്ന സമാനമായ തിരിച്ചുവരവും 100 സീറ്റുകൾക്കപ്പുറത്തേക്ക് നേടിവരുമെന്ന അവകാശവാദമാണ്, ഉറപ്പാണ് ഇന്നലെ പ്രതിപക്ഷ അടക്കമുള്ളവർ കോൺഗ്രസ് പ്രവർത്തകർക്കും ഹൈക്കമാൻഡ് നൽകിയത്. അതിലേക്കുള്ള യാത്ര അത്ര എളുപ്പമാകില്ല. എങ്ങനെയാകുമെന്നത് ഈ വരുന്ന ദിവസങ്ങൾ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയും. ശ്രീജ. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. കഴിഞ്ഞ കുറച്ച് വർഷമായി മഴയും വെള്ളവും ഒക്കെ പല സമയത്ത് പല തരത്തിലാവുന്നതുകൊണ്ട് ആലപ്പുഴയിൽ നെഹ്റു ട്രോഫി ജലമേള എപ്പോഴും പ്രതിസന്ധിയിലാവുന്നത് പതിവാണ്. ഇത്തവണ പരമ്പരാഗതമായി നെഹ്റു ട്രോഫി ജലമേള നടത്തിപ്പോരുന്ന തീയതിയിൽ മാറ്റം വരുത്തണം എന്നാവശ്യപ്പെട്ട് നെഹ്റു ട്രോഫി ബോട്ട് റേസ് കമ്മിറ്റി ടൂറിസം വകുപ്പിന് റിപ്പോർട്ട് നൽകി. ഓഗസ്റ്റ് മാസം 2ാം ശനിയാഴ്ച നടത്തപ്പെടുന്ന ജലമേള ഓഗസ്റ്റ് 30-ന് ഒരു സ്ഥിരം തീയതിയാക്കി പ്രഖ്യാപിക്കണമെന്നാണ് ആവശ്യം. തുടർച്ചയായ പ്രകൃതി ദുരന്തങ്ങളെ തുടർന്ന് മേള മാറ്റിവെക്കുകയും ക്ലബ്ബുകൾക്ക് വലിയ നഷ്ടം ഉണ്ടാവുകയും എന്നാലൊട്ട് ആ നഷ്ടപരിഹാരം കൃത്യമായി ലഭിക്കാതെ വരികയും ചെയ്തതോടെയാണ് പുതിയ ആവശ്യവുമായി NTBR സർക്കാരിനെ സമീപിച്ചത്. കഴിഞ്ഞ ദിവസം ചേർന്ന NTBR സൊസൈറ്റിയുടെ യോഗത്തിലാണ് തീയതി മാറ്റുന്നതിനെ സംബന്ധിച്ച് സർക്കാരിനെ അറിയിക്കാനായി അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നത്. നിപ്പയും പ്രളയവും കോവിഡും മറികടന്ന ജലമേള തുടർച്ചയായ പ്രകൃതി ദുരന്തങ്ങൾ കൂടി എത്തിയതോടെ നിരന്തരം മാറ്റിവെക്കപ്പെടേണ്ട സാഹചര്യമുണ്ടായി. ലക്ഷങ്ങൾ ചിലവഴിച്ച് പവലിയനുകൾ ഉൾപ്പെടെ നിർമ്മിക്കുമെങ്കിലും പലപ്പോഴും ക്ലബ്ബുകളെ പോലും കണ്ണീരിലാഴ്ത്തി പ്രകൃതി പ്രതികൂല കാലാവസ്ഥ കൊണ്ട് ജലമേളയെ വെല്ലുവിളിച്ചു. സംഘാടക സമിതിക്കും ക്ലബ്ബുകൾക്കും തുടർച്ചയായി നഷ്ടം വന്നതോടെയാണ് ജലമേളയുടെ തീയതി മാറ്റമെന്ന ആവശ്യം ശക്തി പ്രാപിക്കുന്നത്. ഓഗസ്റ്റ് 2ാം ശനിയാഴ്ച ആകുമ്പോൾ എവിടെയെങ്കിലും ഇപ്പോൾ ആലപ്പുഴയുടെ പ്രശ്നമല്ല, കോഴിക്കോടോ അല്ലെങ്കിൽ വയനാടോ ഏതെങ്കിലും പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടും അല്ലെങ്കിൽ ഇടുക്കി ഭാഗത്തിൽ ഉരുൾപൊട്ടം നടക്കുമ്പോൾ അവരുടെ ആ ദുഃഖത്തിന് നമ്മൾ പങ്കുചേരുന്നു. അതനുസരിച്ച് നമ്മുടെ ക്ലബിൻ്റെയും വള്ളങ്ങളിൽ മാറ്റിവെക്കേണ്ടി വരുന്നു. അങ്ങനെ മാറ്റിവെക്കുമ്പോൾ ക്ലബ്ബുകൾക്ക് 40-50 ലക്ഷം രൂപയോളം അധിക ചിലവായിട്ട് വരുന്നു. അത് വളരെ ബുദ്ധിമുട്ടായിട്ട് ക്ലബ്ബിന് വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ തീരുമാനം എടുത്തത്. എൻ്റെ ആഗ്രഹവും നമ്മുടെയൊക്കെ എല്ലാവരുടെയും ആഗ്രഹം ഓഗസ്റ്റ് 2ാം ശനി നടത്തണമെന്നാണ് ആഗ്രഹം. പക്ഷേ ക്ലബിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ 30-ാം തീയതിയിലേക്ക് മാറ്റിവെക്കാൻ കാരണം. വള്ളംകളിയുമായി ബന്ധപ്പെട്ട് ആഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ച എന്നത് ലോക ടൂറിസം ഭൂപടത്തിൽ തന്നെ അടയാളപ്പെടുത്തിയിരിക്കുന്ന തീയതികളിലൊന്നാണ്. തീയതി മാറ്റത്തെ സംബന്ധിച്ച് കൃത്യമായൊരു പ്രചാരണം ടൂറിസം വകുപ്പ് മുൻകൈയെടുത്ത് നടത്തിയില്ലെങ്കിൽ സഞ്ചാരികളുടെ വരവിനെ ദോഷകരമായി ബാധിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ടൂറിസം വകുപ്പിന്റെ ഫേസ്ബുക്ക് പേജിൽ പോലും ജലമേളയെ സംബന്ധിച്ച പ്രചാരണ പോസ്റ്റുകൾ ഇല്ലാതിരുന്നത് പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ഈ അനുവദിച്ച് ഓഗസ്റ്റ് 2ാം തീയതി ഓഗസ്റ്റ് മാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ച അദ്ദേഹം പ്രഖ്യാപിച്ചിട്ട് 8 മാസം കഴിഞ്ഞിട്ടാണ് ഈ 1 കോടി രൂപ നമുക്ക് കിട്ടുന്നത്. ഒന്ന് ആലോചിക്കണം. അതേസമയം അതേ ടൂറിസം മന്ത്രി പിണറായി ഫെസ്റ്റിന് 2 കോടി അനുവദിച്ചു. അതുപോലെ തന്നെ ബേപ്പൂർ ഫംഗ്ഷന് 2 കോടി അനുവദിച്ചു. പക്ഷേ ഈ 70 വർഷം നടക്കുന്ന വള്ളംകളി, അതായത് ഏതാണ്ട് 60 ചുണ്ടൻ വള്ളങ്ങളും മത്സരങ്ങൾ നടക്കുന്ന സ്ഥലത്ത് 1 കോടി അനുവദിക്കുന്നത്. ഏതാണ്ട് കൊതുമ്പ് വള്ളം പോലുള്ള ചെറിയ വള്ളത്തിന് മത്സരമാണ് ബേപ്പൂറും അതുപോലെ തന്നെ പിണറായി ഫെസ്റ്റ് നടത്തുന്നത്.
അതിന് തരുന്ന 2 കോടി 3 കോടി 4 കോടിയൊക്കെ പണം മുടക്കുവാണ്. ലക്ഷങ്ങൾ മുടക്കി പരിശീലനത്തിലിറങ്ങുന്ന ക്ലബ്ബുകൾക്ക് മേള മാറ്റിവെക്കലിലൂടെ വലിയ നഷ്ടമുണ്ടായിട്ടും സർക്കാർ ധനസഹായം പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങിയതോടെയാണ് ഗതികെട്ട് ഓണത്തിന്റെ വരവറിയിച്ച് നടത്തിപ്പോന്നിരുന്ന ജലമേള 30ലേക്ക് മാറ്റണമെന്ന് NDBR അഭ്യർത്ഥിക്കുന്നത്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. കൊല്ലം അലയമൺ കരുകോണിൽ തെരുവുനായ ശല്യം രൂക്ഷമാവുന്നു. ഇന്നലെ 11 പേർക്കാണ് പരിക്കേറ്റത്. ഇതിൽ ഒരു കുട്ടിയും ഉൾപ്പെടുന്നു. പരിക്കേറ്റവർ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും താലൂക്ക് ആശുപത്രിയിലും ചികിത്സ തേടി. വിനീഷ് കൊട്ടാരക്കര വിവരങ്ങളുമായി. വിനീഷ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ തെരുവുനായ ആക്രമണം വലിയ ഭീഷണിയും വലിയ ആശങ്കയും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിനിടയിലാണ് അലയമൺ കരുകോണിൽ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. എന്താണ് വിവരങ്ങൾ? ശ്രീജ, തീർച്ചയായും കൊല്ലം ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ തെരുവുനായ ശല്യം രൂക്ഷമായി തന്നെ മാറുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നമുക്കറിയാം, കുന്നിക്കോട് 7 വയസ്സുകാരിയായ നിയ ഫൈസലിന്റെ പേവിഷബാധയേറ്റ് ഉള്ള മരണം അത് വലിയ രീതിയിൽ ഞെട്ടലുളവാക്കിയതാണ്. അതുപോലെ ഈ പ്രദേശമാകെ ഇപ്പോൾ ഒരു ജാഗ്രതയിലാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പുയപ്പള്ളി മൈലോട് പ്രദേശങ്ങളിലായിരുന്നു കഴിഞ്ഞ ദിവസം തെരുവുനായയുടെ ഒരു ശല്യം ഉണ്ടായും. അതുപോലെ തന്നെ അതിൽ 2 പേർക്ക് പരിക്കേൽക്കുകയൊക്കെ ചെയ്തിരുന്നു. അവർ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആ തൊട്ടടുത്ത ദിവസം തന്നെയാണ് വീണ്ടും ഓടനാവട്ടം കളപ്പില ഭാഗങ്ങളിൽ തെരുവുനായയുടെ ശല്യം ഉണ്ടായി. 9 വയസ്സുകാരനടക്കം 6 പേർക്ക് വലിയ രീതിയിലുള്ള പരിക്കുകൾ ഏൽക്കേണ്ടി വന്നു. അവരെല്ലാം ഈ കൊട്ടാരക്കരയും അതുപോലെ തന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും എല്ലാം ചികിത്സയിൽ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ സംഭവം ഉണ്ടായതിന്റെ തൊട്ടടുത്ത ദിവസം വീണ്ടും സമാനമായ ഒരു സംഭവം ഉണ്ടാകുന്നു. കൊട്ടാരക്കര കോട്ടാത്തലയിൽ കുഞ്ഞുമായി വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്ന അമൃത എന്ന് പറഞ്ഞ ഒരു യുവതിയെ തെരുവുനായ ആക്രമിച്ചു. അങ്ങനെ അവർ മറിഞ്ഞു വീഴുകയും 7 മാസം പ്രായമുള്ള കുട്ടിക്ക് പരിക്കേൽക്കുകയൊക്കെ ചെയ്തിരുന്നു. ഈ സംഭവങ്ങൾക്കെല്ലാം തുടർച്ചയായിട്ട് വീണ്ടും ഇപ്പോൾ ശ്രീജ സൂചിപ്പിച്ചതുപോലെയുള്ള സംഭവം ഉണ്ടായിരിക്കുന്നു. അലയമണിലാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത്. കരികോൺ എന്ന് പറഞ്ഞ പ്രദേശത്ത് തെരുവുനായ ആക്രമണം ഉണ്ടാകുന്നു. 11 പേർക്കാണ് കടിയിൽ ഏറ്റത്. അതിന്റെ CCTV ദൃശ്യങ്ങളടക്കം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ദൃശ്യങ്ങൾ ഭീകരമാണ്. റോഡിന്റെ നടുക്ക് ഒരാളെ തെരുവുനായ ആക്രമിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഇതിലും ഒരു കുട്ടി ഉൾപ്പെട്ടിരുന്നു. കുട്ടിക്കും പരിക്കേറ്റിരുന്നു. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ അവർ ചികിത്സയിലാണ്. തൊട്ടടുത്തുള്ള ഒരു മദ്രസ പള്ളിയിൽ പോയ കുട്ടിക്കാണ് പരിക്കേറ്റത്. അങ്ങനെ 11 പേരെ തെരുവുനായ ആക്രമിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരിക്കുന്നു. എന്തായാലും വലിയ രീതിയിൽ ഭീകരമായ ദൃശ്യമാണ്. അതുപോലെ തന്നെ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചു വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ശ്രീജ, ശരി. വിനീഷാണ് വിവരങ്ങൾ നൽകിയത് കൊട്ടാരക്കരയിൽ നിന്ന്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് സൗദിയിലാണ്. സൗദി കിരീടാവകാശിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. നാളെ ഗൾഫ് ഉച്ചകോടിയിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. രഞ്ജിത്ത് രാമചന്ദ്രൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. രഞ്ജിത്ത്, സൗദിയുമായുള്ള ഈ കൂടിക്കാഴ്ച വളരെ പ്രധാനപ്പെട്ടതാണ്. 2ാം ടേമിൽ ട്രംപ് എത്തുമ്പോൾ ഇത്തരം സൗഹൃദങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഗൾഫ് ഉച്ചകോടിക്ക് മുൻപായി നടക്കുന്ന ഈ ചർച്ച എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? ശ്രീജ, ട്രംപിന്റെ പറക്കും കൊട്ടാരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടരുന്നതിനിടയിലാണ് മധ്യേഷ്യൻ സന്ദർശനം അദ്ദേഹം ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നമുക്കറിയാം, ഖത്തർ രാജകുടുംബം $400 ദശലക്ഷം വില വരുന്ന ഒരു ആഡംബര വിമാനമാണ് ട്രംപിന് സമ്മാനമായി നൽകുക എന്ന വാർത്ത ഒരാഴ്ച മുമ്പ് പുറത്തു വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ വലിയ വിവാദങ്ങളാണ്. ആവശ്യമില്ലാത്ത ചിലവ് ട്രംപ് ഉണ്ടാക്കുകയാണെന്ന വിവാദമാണ് അദ്ദേഹത്തിന്റെ എതിർ പാർട്ടിക്കാരൊക്കെ ഉന്നയിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെയാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പ്രതികരണവുമായി രംഗത്ത് വന്നത്. തികച്ചും സുതാര്യവും പരസ്യവുമായ ഇടപാടാണ് എന്നാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഏതായാലും നമുക്കറിയാം, അമേരിക്കൻ പ്രസിഡന്റ് ഔദ്യോഗിക വാഹനം അത് 40 വർഷം പഴക്കമുള്ളതാണ്. അത് മാറ്റി ഈ ഒരു ആഡംബര വാഹനം ഖത്തർ നൽകുക എന്ന വിവാദം വലിയ തോതിൽ നടക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് 2018 ട്രംപ് ഒരു പുതിയ വിമാനത്തിന് ഓർഡർ ചെയ്ത് അത് 2029 മാത്രമായിരിക്കും പ്രസിഡന്റിന് ലഭ്യമാകുക എന്ന വിവരങ്ങൾ പുറത്തു വരുന്നതിനിടയിലാണ് ഈ ഖത്തറിന്റെ വിമാനം ഔദ്യോഗികമായി ട്രംപ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഈ വിഷയത്തിൽ തികച്ചും സുതാര്യമായ കാര്യമാണ് എന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. ഇത് വലിയൊരു വിവാദമായി നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കയിൽ ഉണ്ടാകുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ മധ്യേഷ്യൻ സന്ദർശനം എന്നത് പ്രധാനമാണ്. ആദ്യ ദിവസമായ ഇന്ന് അദ്ദേഹം സൗദി അറേബ്യയിലാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയിൽ ലോകം ഉറ്റുനോക്കുന്ന ഈ സന്ദർശനത്തിൽ മറ്റ് ഗൾഫ് നേതാക്കളെ കൂടി സൗദി അറേബ്യ ക്ഷണിച്ചിട്ടുണ്ട് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ്, ബഹ്റൈൻ രാജാവ് ഹമദ് അൽ ഖലീഫ, കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ ജാബിർ അൽ സബ എന്നിവർക്കാണ് സൗദി രാജാവിൻ്റെ
ക്ഷണമുള്ളത്. സൗദിയിൽ വെച്ച് നടക്കുന്ന ഗൾഫ് അമേരിക്ക ഉച്ചകോടിയിലും ട്രംപ് 2 ദിവസത്തിന് ശേഷമാണ് പങ്കെടുക്കുന്നുണ്ട് എന്ന പ്രധാനപ്പെട്ട വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഇറാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരു ചർച്ചയുണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത്. പലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചർച്ചയുണ്ടാകും. ഒപ്പം റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ തന്റെ ഇടപെടൽ വളരെ വ്യക്തമായി തന്നെ ഗൾഫ് രാജ്യങ്ങളെ ട്രംപ് അറിയിക്കും എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഇത് മാത്രമല്ല, സൗദി അറേബ്യ ആദ്യമായി ആണവ റിയാക്ടർ നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇതിനുള്ള സഹായം സൗദി അമേരിക്കയോട് തേടിയിട്ടുണ്ട്. സ്വാഭാവികമായും ഈ വിഷയത്തിലെ ഉദ്യമത്തിൽ അമേരിക്കയുമായി ബന്ധപ്പെട്ട സഹകരണം സൗദി പ്രതീക്ഷിക്കുന്നുണ്ട് താനും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി ഈ ചർച്ചയുടെ ഭാഗമാകും എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും മിഡിൽ ഈസ്റ്റ് മേഖലയിൽ അമേരിക്കൻ സമീപനം എന്താകുമെന്ന് ഈ സന്ദർശനത്തിൽ ട്രംപ് വ്യക്തമാക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമോ എന്ന കാര്യത്തിലൊക്കെ അത്തരത്തിലുള്ള തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. അതേസമയം ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ വലിയ തോതിലുള്ള പ്രതീക്ഷകൾ ഗൾഫ് രാജ്യങ്ങൾക്ക് ട്രംപിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുണ്ട്. ആഗോളതലത്തിൽ പലവിധ വിഷയങ്ങളിലും സമീപകാലത്തായി ഇടപെടുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ കാഴ്ചയുണ്ട് ട്രംപുമായി ബന്ധപ്പെട്ട്. ഈ വിഷയങ്ങളിലൊക്കെ ട്രംപിന്റെ സഹായവും സഹകരണവും ഗൾഫ് മേഖല പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഗൾഫ് രാജ്യങ്ങൾക്ക് അമേരിക്കയോടുള്ള നയംമാറ്റം സമീപകാലത്തായി ഉണ്ടായ പശ്ചാത്തലം കൂടി ചേർത്ത് വെക്കണം. ഇതൊക്കെ വരുമ്പോൾ ലോകം ഉറ്റുനോക്കുന്ന വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ ചില തീരുമാനങ്ങൾ ഈ സന്ദർശന വേളയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. രഞ്ജിത് രാമേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. സുപ്രീം കോടതിയുടെ 51ാം ചീഫ് ജസ്റ്റിസായ സഞ്ജീവ് ഖന്ന ഇന്ന് പടിയിറങ്ങും. ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ പിൻഗാമിയായി കഴിഞ്ഞ നവംബർ 11 ചുമതലയേറ്റ ജസ്റ്റിസ് ഖന്ന തന്റെ 6 മാസത്തെ കാലയളവിൽ ഒട്ടേറെ സുപ്രധാന കേസുകൾ കൈകാര്യം ചെയ്തിരുന്നു. അടുത്ത ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് BR ഗവായ് നാളെ ചുമതലയേൽക്കും. ആരാധനാ സ്ഥല നിയമം, വഖഫ് ഭേദഗതി നിയമം തുടങ്ങിയവ ചോദ്യം ചെയ്യുന്ന ഹർജികൾ ജസ്റ്റിസ് ഖന്നയുടെ ബെഞ്ചാണ് പരിഗണിച്ചത്. അതിർത്തിയിലെ സംഘർഷത്തെ തുടർന്ന് നിർത്തിവെച്ച IPL മത്സരങ്ങൾ ശനിയാഴ്ച പുനരാരംഭിക്കും. ശേഷിക്കുന്ന 17 മത്സരങ്ങൾ 6 വേദികളിലായി സംഘടിപ്പിക്കും. ഈ മാസം 29-നാണ് ആദ്യ ക്വാളിഫയർ. എലിമിനേറ്റർ ഈ മാസം 30-നും രണ്ടാം ക്വാളിഫയർ ജൂൺ 1-ന് നടക്കും. ജൂൺ 3-നാണ് ഫൈനൽ. ബംഗളൂരു, ജയ്പൂർ, ഡൽഹി, ലക്നൌ, മുംബൈ, അഹമ്മദാബാദ് എന്നീ വേദികളിലായിരിക്കും ഇനി മത്സരങ്ങൾ. കേന്ദ്ര സർക്കാരുമായി കൂടിയാലോചനകൾ നടത്തിയ ശേഷമാണ് മത്സരം പുനരാരംഭിക്കാൻ തീരുമാനമായതെന്ന് BCCI വ്യക്തമാക്കി. ഇനി നമ്മൾ പോകുന്നു സ്പെഷ്യൽ ഡേ വിഷസിലേക്ക്. കണിയാപുരം സ്വദേശികളായ അനൂപിന്റെയും ആര്യയുടെയും മകൻ ധ്രുവിന്റെ 2ാം പിറന്നാളാണിന്ന്. ധ്രുവിന് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. കൊല്ലം ചന്ദനത്തോപ്പിലെ സുജിൻ ഷംസുദ്ദീന്റെയും ആമിനയുടെയും മകൾ നൂറ സുജിന്റെ 12ാം പിറന്നാളാണിന്ന്. നൂറക്കുട്ടിക്ക് ബർത്ത്ഡേ വിഷസ്. തിരുവനന്തപുരം മൺവിള നെയ്യശ്ശേരിയിലെ മോഹനകുമാരൻ നായരുടെയും വസന്തയമ്മയുടെയും 50ാം വിവാഹ വാർഷികമാണിന്ന്. ന്യൂസ് 18 കേരളയിലെ സീനിയർ പ്രൊഡ്യൂസർ അജേഷ് MVയുടെ മാതാപിതാക്കളാണ്. ഇരുവർക്കും ഞങ്ങൾ ന്യൂസ് 18 കുടുംബത്തിന്റെ മുഴുവൻ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഒരുപാട് നാൾ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ സഹപ്രവർത്തക കൂടിയായ പാർവതിയുടെയും ബർത്ത്ഡേ ആണ്. തിരുവനന്തപുരം സ്വദേശിയാണ്. ന്യൂസ് 18 അഡ്മിൻ സ്റ്റാഫാണ്. പാർവതി ജയസിന്റെ ജന്മദിനമാണ്. ആശംസ അറിയിക്കുന്നത് ഭർത്താവ് അർജുൻ. ഒപ്പം ഞങ്ങൾ എല്ലാവരും. പാർവതി, ഹാപ്പി ബർത്ത്ഡേ. തൽക്കാലം നമ്മൾ വാർത്തകൾക്ക് ഒരു ചെറിയ പോസ് കൊടുക്കുകയാണ്. ഇനി പോലീസ് പെട്രോൾ ടോം കുര്യാക്കോസ് ചേരും.